Good evening, dear students. Good evening, dear students. Let's start with the 6.8. 6 unit ആയിരുന്നു. നമുക്ക് start with the 6.8 heading. Data warehouse automation. ഇതിനെ കൊണ്ട് നമ്മൾ ഡാറ്റാ വെയർഹൗസിന്റെ ഡാറ്റ ലേക്ക്, ഡാറ്റ പോണ്ട്, ഡാറ്റ പൂളൊക്കെ പറഞ്ഞു. അതിന്റെ അഡ്വാൻറ്റേജസും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ നോട്ട് ചെയ്ത് വെച്ചു. നമുക്ക് ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഹെഡിങ്ങിലോട്ട് മൂവ് ചെയ്യാം. ഡാറ്റാ വെയർഹൗസ് ഓട്ടോമേഷൻ. ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ട്രെൻഡാണ്. The latest trend is towards data warehouse automation, which deals with the accelerating and automating the data warehouse life cycle from conceptualization to implementation. അതായത് ഒരു പുതിയ ട്രെൻഡാണ് പറയുന്നത്. ചില എന്റർപ്രൈസസിൽ ടെക്നിക്കലി ഓട്ടോമേഷൻ യൂസ് ചെയ്ത് ബിഗിനിങ് മുതൽ ടെസ്റ്റിംഗ് വരെ ഡോക്യുമെന്റേഷനും പ്രോസസ്സും നടത്താൻ പറ്റും. Some enterprises may technically preserve it as automation beginning from analysis to source systems, right up to testing and documentation process. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഡാറ്റ വെയർഹൗസ് മച്യൂരിറ്റി. ഡാറ്റ വെയർഹൗസ് മച്യൂരിറ്റി എന്ന് പറയുന്നത് ദി ഓട്ടോമേഷൻ പ്രോസസ് റിക്വയർസ് കെയർഫുൾ തോട്ട് ഫോർ ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിംഗ് ദി റൈറ്റ് ടൂൾസ് ദാറ്റ് ക്യാൻ ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് സേവിങ്സ് ഓൺ കോസ്റ്റ് ആൻഡ് ടൈം ടു എ ഫ്രാക്ഷൻ ഓഫ് TCO ഓഫ് ഡാറ്റ വെയർഹൗസ്. അതായത് ഇപ്പം ഡാറ്റ വെയർഹൗസ് ഓട്ടോമേഷൻ പുതിയ ട്രെൻഡാന്ന് പറഞ്ഞില്ലേ, അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെക്നിക്കലി ഓട്ടോമേഷൻ യൂസ് ചെയ്തുകൊണ്ട് ബിഗിനിങ് മുതൽ എൻഡിങ് വരെ ടെസ്റ്റിങ്ങും ഡോക്യുമെന്റേഷനും ഒക്കെ പ്രോസസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓട്ടോമേഷൻ പ്രോസസ്സ് ചെക്ക് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റിംഗ് ആൻഡ് സെലക്ടിങ് റൈറ്റ് ടൂൾസ്, അതായത് ഇതിനു വേണ്ടി പറ്റിയ കറക്റ്റ് ടൂൾസുകൾ ഏതൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഇതിനു വേണ്ടിയുള്ള കറക്റ്റ് ടൂൾസും ആൻഡ് ക്യാൻ ഡ്രാസ്റ്റിക്കലി ഇംപ്രൂവ് സേവിങ്സ് ഓൺ കോസ്റ്റ് ആൻഡ് ടൈം. നമുക്ക് സമയവും ലാഭമൊക്കെ സേവ് ചെയ്തുകൊണ്ട് അറ്റ് എ ഫ്രാക്ഷൻ ഓഫ് TCO ഓൺ ഡാറ്റ വെയർഹൗസസ്. TCO എന്ന് പറഞ്ഞാൽ എന്താ? TCO മീൻസ് ടോട്ടൽ കോസ്റ്റ് ഓണർഷിപ്പ്. അങ്ങനെ നമുക്ക് അതിന് ടൈമും സമയമൊക്കെ സേവിക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. മച്യൂരിറ്റി സ്റ്റേറ്റ് ഇൻ ഡാറ്റ വെയർഹൗസ്. ഏതൊക്കെയാണ് മച്യൂരിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത്? അതായത് ഫസ്റ്റ് വൺ പറയുന്നത് DBMS ആയിരിക്കും. ഡാറ്റ വെയർ ആർക്കിടെക്ചർ ആൻഡ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അതായത് ദി ഏർലിയസ്റ്റ് ഡാറ്റ വെയർഹൗസ് കം into existence with the advent of disk storage and require storing large volume of data in the form of databases. അതായത് ഡിസ്ക് സ്റ്റോറേജിന്റെ വരവോടുകൂടിയാണ് ആദ്യം ഡാറ്റ വെയർഹൗസുകൾ നിലവിൽ വന്നത്. ഡിസ്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോഴാണ് ഡാറ്റ വെയർഹൗസുകളൊക്കെ നിലവിൽ വന്നത്. അപ്പൊ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടി വന്നു ഈ ഡിസ്കുകളിൽ. അങ്ങനെ റിലേഷണൽ ഡാറ്റയും ഡയമെൻഷണൽ ഡാറ്റയും എന്നുള്ള ഐഡിയ ഒക്കെ അങ്ങനെയാണ് വന്നതെന്ന് ആ പാരഗ്രാഫിൽ പറയുന്നത്. അതായത് സബ്സിക്വന്റ്ലി SQL enabled relational DBMS and proprietary ETL software become. അതായത് തുടർന്ന് ഏതായിരിക്കും SQL വന്നു, അതായത് റിലേഷണൽ ഡാറ്റാബേസും ഡയമെൻഷൻ ടേബിളും ഒക്കെ വന്നപ്പോൾ തുടർന്ന് SQL-ഉം ETL-ഉം ഒക്കെ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ, അതായത് എക്സ്ട്രാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, ലോഡിംഗ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളായെന്നാണ് പറയുന്നത്. അതായത് എങ്ങനെ ഇത് മച്ചുറായി വന്നു എന്നതാണ് ഡാറ്റ വെയർഹൗസ് ഓട്ടോമേഷൻ എങ്ങനെ മച്ചുറായി വന്നു. ഫസ്റ്റ് വന്ന DBMS മുഖേനയാന്ന് പറയുന്നത്. സെക്കൻഡ് പറയുന്നത് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ. അതായത് ദിസ് വുഡ് എനേബിൾ ദി യൂട്ടിലൈസേഷൻ ഓഫ് എനി ഡാറ്റ സോഴ്സ് വിത്തൗട്ട് worrying about data formats and any specific treatment for the same. അതായത് enable the utilization of any data source without നമുക്ക് അതായത് സ്റ്റാൻഡർഡൈസ് ചെയ്താണ് ഡാറ്റ വെയർഹൗസ് വരുന്നത്. അതാണ് നമുക്ക് പ്രത്യേകിച്ച് വേറൊരു വറി ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ഡാറ്റ ഫോർമാറ്റിലും കറക്റ്റ് ആയിട്ട് വരുന്നു. പിന്നെ ചാലഞ്ചസ് ഓഫ് എന്റർപ്രൈസസ് ഡാറ്റ വെയർഹൗസ് ആൻഡ് ഡാറ്റ ഓട്ടോമേഷൻ ഇംപറേറ്റീവ് എന്ന് പറഞ്ഞാൽ ചാലഞ്ചസ് വേണേ വരാമല്ലോ. അതായത് ദി പേസ് ഓഫ് changes in the industry posted myriad challenges for enterprises like inefficient metadata management, expensive development and protracted development cycles. അതായത് നമുക്ക് പല ചലഞ്ചസ് വരാം എന്റർപ്രൈസസ് ഡാറ്റയിൽ. ഈ ഓരോ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ മെറ്റാഡാറ്റ എഫിഷ്യന്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുന്നത്, എക്സ്പെൻസീവ് ഡെവലപ്മെന്റ് വരുന്നത്, അതുപോലെ protracted ഡെവലപ്മെന്റ് സൈക്കിൾസ്, ഇങ്ങനെ പറയുന്ന പല മാറ്റങ്ങൾ വരുന്നത് എന്റർപ്രൈസസിനകത്തൊരു ഓട്ടോമേഷൻ ഇംപറേറ്റീവിനകത്ത് ഒരു ചലഞ്ചസ് വരാം.
പിന്നെ പറഞ്ഞ ഡാറ്റ വെയർഹൗസ് ഓട്ടോമേഷൻ ടൂളുകൾ. നമ്മൾ ഇനി ഈ ചാപ്റ്റർ മൊത്തം അതിനുള്ള ടൂളുകളാണ് പഠിക്കാൻ പോകുന്നത്. അതായത് കുറേ ടൂളുകൾ ആവശ്യമുണ്ട്. അതായത് ഡാറ്റ വെയർഹൗസ് ടൂൾസ് പ്രൊവൈഡ്സ് എ സീംലെസ് എക്സ്പീരിയൻസ് free from hassles of coding for integration and transition of diverse data from its source to a data warehouse and other related components. അതായത് ഡാറ്റ വെയർഹൗസ് ടൂൾസ് തടസ്സങ്ങളൊന്നുമില്ലാതെ ഡൈവേഴ്സ് ഡാറ്റയെ ഒരു ഡാറ്റാബേസിൽ നിന്നും അതർ കമ്പോണൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് കുറെ ടൂൾസുകൾ ഉപയോഗിക്കാം. അതായത് ETL പോലുള്ള ടൂൾസുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതുപോലുള്ള സ്ക്രിപ്റ്റുകൾ ഡിപ്ലോയ് ചെയ്ത് ബാച്ച് പ്രോസസ്സിംഗ് ഒക്കെ നടത്തി നമുക്ക് ചെയ്യാമെന്നാണ് ആ പോയിന്റ് പറയുന്നത്. അതായത് അങ്ങനെയാണ് ഇത് മച്ചുറായി വന്നേന്നുള്ള പോയിന്റ്സിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് അവിടെ വേരിയസ് ഫങ്ഷൻസ് ലൈക്ക് പ്രോസസ് ഫോർ ഹൈ പെർഫോമൻസ് ETL ആൻഡ് റീഡബിൾ ELT ബേസ്ഡ് ഇന്റഗ്രേഷൻ ഓഫ് ഡാറ്റ. അതായത് നമുക്ക് ഹൈ പെർഫോമൻസിൽ ETL പ്രോസസ്സും നടക്കാം, എക്സ്ട്രാക്ഷൻ ട്രാൻസ്ഫോർമേഷൻ ലോഡിംഗ് നടക്കാം, റിയലബിൾ ആയിട്ട് വിശ്വസിച്ചോടെ നമുക്ക് ELT നടക്കാം, എക്സ്ട്രാക്ഷൻ ലോഡിംഗ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പറ്റും. പിന്നെ മോഡലിംഗ് ഓഫ് ഡാറ്റ അറ്റ് സോഴ്സ്, പിന്നെ നോർമലൈസ്ഡ് ഡീനോർമലൈസ്ഡ് ഡാറ്റ സോഴ്സ് വിത്ത് മൾട്ടിപ്പിൾ ഡയമെൻഷൻസിൽ ഒക്കെ നമുക്ക് ഡാറ്റ വെയർഹൗസിൽ ഇങ്ങനെയുള്ള ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റയുടെ ഡൈവേർഷൻ ഇല്ലാതെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. അത് സീംലെസ് ഇന്റഗ്രേഷൻ വിത്ത് വേരിയസ് ഡാറ്റ സോഴ്സസ്. അത് തടസ്സമില്ലാതെ നമുക്ക് വേറെ ഡാറ്റ സോഴ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഏത് ഓട്ടോമാറ്റിക് ഡാറ്റ വെയർഹൗസ് ഓട്ടോമേഷൻ എന്നുള്ള പ്രോസസ്സ് വന്നാൽ. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വർക്ക് ചെയ്യുന്നതെന്നും അതിന് കുറച്ച് ടൂൾസുകളും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അസസ്മെന്റ് ഓഫ് ഡാറ്റ വെയർഹൗസ് പ്രിപ്പാർഡൻസ് എന്ന് പറയുന്നത് ഇനി പറയുന്ന ആവശ്യകതയെ നമുക്ക് അടിസ്ഥാനമാക്കി എന്റർപ്രൈസസ് അവരിൽ തയ്യാറെടുപ്പിൽ ലെവലൊക്കെ നമുക്ക് വിലയിരുത്തണം. എന്ന് പറഞ്ഞാൽ ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചറിനെ കുറിച്ച് പറയുക. ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ ഈസ് ബേസ്ഡ് ഓൺ എ ഡിസ്റ്റിങ്റ്റീവ് സെറ്റ് ഓഫ് കമ്പോണൻസ് ഓർ വെദർ ഇറ്റ് യൂസസ് ബെസ്റ്റ് ഓഫ് ബ്രീഡ് കമ്പോണൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. അതായത് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ ഒരു പ്രത്യേക ഘടകങ്ങളെ അല്ലെ പ്രത്യേക കമ്പോണൻസിനെ ബേസ് ചെയ്തതാണോ അതോ ബെസ്റ്റ് കമ്പോണൻസിനെ യൂസ് ചെയ്തതാണോ എന്ന് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെയാണ് അവിടെ. അതായത് ഇതൊക്കെ ഒരു ബേസിക് നോളജ് എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ അല്ലെ ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, അതിനുള്ള കണ്ടന്റേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഓട്ടോമേഷനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചു കണ്ടില്ല. അതുപോലെ ബിസിനസ് റിക്വയർമെന്റ്സ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഡാറ്റ എക്കോസിസ്റ്റം മെയിൻ്റെനൻസ്, പ്രോസസ് ആൻഡ് റിക്വയർമെന്റ് പെർസിസ്റ്റൻസ്, ക്വാളിറ്റി അസസിബിലിറ്റി ഒക്കെ ഇത് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചറിന്റെ അസസ്മെന്റാ. അതായത് നമ്മളൊരു എന്റർപ്രൈസിന് അടിസ്ഥാനമാക്കിയ ആവശ്യകതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന്. അതായത് ബിസിനസ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഓർഗനൈസേഷനിൽ ബിസിനസ് ആവശ്യകതകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമ്മൾ വിലയിരുത്തണമെന്ന്. അതായത് വാട്ടർഫോൾ മോഡലാണോ, പ്രോട്ടോടൈപ്പ് എജൈൽ അല്ലെ. നമ്മൾ വാട്ടർഫോൾ മോഡലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ സോഫ്റ്റ്വെയർ സിസ്റ്റം അനലൈസിസിനകത്തൊക്കെ. നമ്മൾ അതായത് ബിസിനസ്സിൽ എങ്ങനെയാണ് ഓരോന്നും കൈകാര്യം ചെയ്യണം നമ്മൾ വിലയിരുത്തണം. പിന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് ഇവാലുവേറ്റ് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ പ്രോസസസ്, കംപ്ലൈൻസ് റിക്വയർമെന്റ്സ്, ബിസിനസ് കണ്ടിന്യൂറ്റി പോളിസീസ് ആൻഡ് പ്ലാൻസ്, ഇവയെല്ലാം നമ്മൾ വിലയിരുത്തണമെന്ന്. പിന്നെ അതായത് കുറെ നിയമങ്ങളും പ്രൊസീജിയറുകളും ഒക്കെ ഉണ്ടല്ലോ. അതായത് ഡിസാസ്റ്റർ ആൻഡ് റിക്കവറി മാനേജ്മെന്റ്, സെക്യൂരിറ്റി, ഗവേണൻസ്, ഇതെല്ലാം നമ്മൾ വിലയിരുത്തണം. പിന്നെ ഡാറ്റ എക്കോസിസ്റ്റം മെയിൻ്റെനൻസ്, അത് എപ്പോഴും ആവശ്യമാണ്. അതായത് ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മെയിൻ്റെനൻസ് ഓർഗനൈസേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം. ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ, ഡാറ്റ നമ്മൾ കൊടുക്കുമ്പോൾ അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. പിന്നെ പ്രോസസ് ആൻഡ് റിക്വയർമെന്റ്സ് പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്റർപ്രൈസ് അതിന്റെ പ്രോസസ് ചേഞ്ചസ് വരുത്തിയാൽ അത് ഇവാലുവേറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു കമ്പനി അതിലെ പ്രോസസ്സിൽ ഇതിന് ചേഞ്ചസ് വരുന്നത് നമ്മൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ പിന്നെ അതിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ക്വാളിറ്റി ആൻഡ് ആക്സസിബിലിറ്റി. ആക്സസ്, ഹൗ ഫ്രീക്വന്റ്ലി ഡാറ്റ ഇസ് ആക്സസ്ഡ് ആൻഡ് ഫൈൻഡ് ഔട്ട് ഹൗ ദി ഡെലിവറി ഓഫ് അനലിറ്റിക്കൽ റിപ്പോർട്ട്സ് ഈസ് എക്സ്പെക്ടഡ്, whether it is within reasonable time or in immediate basis. അതായത് ഡേറ്റയുടെ ഫ്രീക്വൻസിയും അനലറ്റിക്കൽ ഡൈവേഴ്സിറ്റിയും ഒക്കെ നമ്മൾ അസസ് ചെയ്തിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് മാത്രമേ നമുക്ക് ഈ ഓട്ടോമേഷൻ ടൂൾസുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ബ്രീഫായിട്ടൊരു കാര്യമേ അവിടെ പറയുന്നുള്ളൂ. നമ്മുടെ സിക്സ് ചാപ്റ്റർ നമുക്ക് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതുകൂടെ പറഞ്ഞ് നമ്മളിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് യൂണിറ്റിലോട്ട് മൂവ് ചെയ്യാം. 7th യൂണിറ്റ് ഡാറ്റ മൈനിങ് എന്താണ്, അതായത് ബ്ലോക്ക് 3യിൽ വരുന്നതാണ് ഡാറ്റ മൈനിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. എന്താണ് ഡാറ്റ മൈനിങ്? ഡാറ്റയെ ഹനനം ചെയ്തെടുക്കാനൊക്കെ കേട്ടിട്ടുണ്ടോ?
അതിനെയാണ് നമ്മൾ ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. അതായത് ഡേറ്റ മൈനിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ദി പാറ്റേൺ ക്യാൻ ബി ഫൗണ്ട് ബൈ ഫിൽട്ടറിംഗ് ദി ഡേറ്റ ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ ഓഫ് ഡാറ്റ സോർട്ടിംഗ് ഇൻ ഓർഡർ ടു ഫൈൻഡ് സംതിങ് ഇമ്പോർട്ടന്റ്. എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തുന്നതിന് ഡേറ്റ സോർട്ടിംഗ് ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട് ഡേറ്റ ഫിൽട്ടർ വരുത്തുന്നതിനെയാണ് നമ്മൾ ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. നമുക്ക് വരുന്ന ഡേറ്റ സ്ട്രക്ചേർഡോ അൺസ്ട്രക്ചേർഡോ ഡേറ്റാസ് ആകാം, അല്ലേ? അപ്പൊ അല്ലെ സെമി സ്ട്രക്ചേർഡ് ആകാം. ഈ ഡാറ്റ ബേസിലോട്ട് വരുന്ന ഇമെയിലിൽ നിന്ന് വരുന്നതോ സെൻസറുകളിൽ നിന്ന് വരുന്നതോ അല്ലെ ഓഡിയോയോ വീഡിയോയോ എന്ത് വേണേലും ആയിക്കോട്ടെ, ഡാറ്റാ ബേസിലോട്ട് വരുന്ന ഡേറ്റ. അപ്പൊ ആ ഡേറ്റയ്ക്കകത്ത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് ഡേറ്റ സോർട്ടിംഗ് ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട്, എന്തായാലും ഡേറ്റ സോർട്ട് ചെയ്യണം, സോർട്ടിംഗ് ഓർഡറിനെ ബേസ് ചെയ്തുകൊണ്ട് ഡേറ്റ ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സാണ് ഡേറ്റ മൈനിങ്. അപ്പൊ ഫോർ എക്സാമ്പിൾ, ക്ലബിംഗ് ആൻഡ് എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഓർ ക്രിയേറ്റിംഗ് എ സമ്മറൈസേഷൻ ഓഫ് ദി മെയിൻ പോയിന്റ്സ് ഓഫ് സം ടെക്സ്റ്റ്. നമുക്കൊരു എക്സൽ സ്പ്രെഡ്ഷീറ്റിൽ നിന്ന് ക്ലബ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു സമ്മറൈസ് ചെയ്യാൻ കുറച്ച് പോയിന്റ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് ഡേറ്റ മൈനിങ് എന്ന് പറയാൻ പറ്റും. ഡേറ്റ മൈനിങ് ഫൈൻഡ്സ് വാല്യുബിൾ ഇൻഫോർമേഷൻ ഹിഡൻ ഇൻ ലാർജ് വോളിയൂം ഓഫ് ഡേറ്റ. അതായത് ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത് വലിയ അളവിൽ മറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്താൻ നമ്മളെ സഹായിക്കും ഡേറ്റ മൈനിങ്. അതായത് വരുന്ന ഡേറ്റയ്ക്കകത്തുനിന്ന് എന്തൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നത് അതിന് നമുക്ക് കണ്ടെത്താനാണ് ഡേറ്റ മൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സിലുണ്ട് വരുന്നത്. നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് പഠിക്കുവാനുമുണ്ട്. ഇത് പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റിംഗ് വേരിയസ് ഔട്ട്കംസ്. അതായത് വരുന്ന ഡേറ്റയിൽ നിന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താണ് നമുക്ക് ഇതിന്റെ ഔട്ട്കം എന്ന് പ്രവചിക്കാൻ പറ്റുക. പിന്നെ മോഡലിംഗ് ടാർജറ്റ് ഓഡിയൻസ്, അതായത് ടാർജറ്റ് ഓഡിയൻസിനെ നമ്മൾ മോഡലിംഗ് ചെയ്യുക. ടാർജറ്റ് ആയിട്ട് പ്രേക്ഷകരെ നമുക്കൊരു ഡേറ്റയുണ്ട്, അതല്ലേ നമ്മൾ എത്രമാത്രം അത് ഓഡിയൻസിന് വേണ്ടി കൊടുക്കുക. പിന്നെ കളക്ടിങ് ഇൻഫോർമേഷൻ അബൌട്ട് ദി പ്രൊഡക്റ്റ്. അപ്പൊ നമ്മളൊരു കമ്പനി തുടങ്ങിയ ആ പ്രൊഡക്റ്റിന്റെ ഇൻഫോർമേഷൻസ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്താൽ അത് നമ്മൾ മോഡലിംഗ്, അതായത് ടാർഗറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതിന്റെ ഔട്ട്കം ഇന്നതായിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യണം. ഇതൊക്കെയാണ് പർപ്പസ് ഓഫ് ഡേറ്റ മൈനിങ്ങിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. പിന്നെ 7.4 പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ഡേറ്റ ക്യാൻ ബി മൈൻഡ്. ഏത് തരത്തിലുള്ള ഡേറ്റയാണ് മൈൻഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമ്മൾ അവിടെ പറയുന്ന പലതരത്തിലുള്ള ഡേറ്റയുണ്ട്. നമ്മളിപ്പോ പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലോട്ട് എന്ത് വിവരം കൊടുത്താലും തന്നെ ഡേറ്റ എന്ന് പറയും. പക്ഷെ ഇപ്പൊ നമുക്ക് പലതരത്തിലുള്ള ഡേറ്റയുണ്ട്. നമുക്ക് നോക്കാം. ഡേറ്റാബേസ് ഡേറ്റയുണ്ട്, അതുപോലെ 3 പോയിന്റ്സ് ആണെന്ന് തോന്നുന്നു, ട്രാൻസാക്ഷണൽ ഡേറ്റയുണ്ട്, അതർ കൈൻഡ്സ് ഡേറ്റ. അങ്ങനെ 3 ഡേറ്റയാണ് പറയുന്നത്. ഡേറ്റാബേസ് ഡേറ്റയും ട്രാൻസാക്ഷണൽ ഡേറ്റയും അതർ കൈൻഡ്സ് ഓഫ് ഡേറ്റയും. ഡേറ്റാബേസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡേറ്റാബേസ് സിസ്റ്റത്തിൽ നമ്മൾ റിലേഷണൽ ഡേറ്റാബേസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലേ. അതായത് ഡേറ്റാബേസ് സിസ്റ്റം also called a database management system, that is DBMS, consists of a collection of interrelated data known as a database and a set of various software programs to manage and access the data. അല്ലെ, നമ്മളൊരു DBMS ഡേറ്റ സ്റ്റോർ വെച്ചിട്ടുണ്ടെങ്കിൽ അവ പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്. അതിന് നമുക്ക് സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ വെച്ചായിരിക്കും നമ്മളത് ആക്സസ് ചെയ്യുന്നതെന്ന്. അപ്പൊ റിലേഷണൽ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറെ കളക്ഷൻ ഓഫ് ടേബിൾസ് വരും, അതിനകത്തൊരു യുണീക്ക് നെയിം വരും, ഓരോ ടേബിളിലും സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സുകൾ കാണും, ദാറ്റ് ഈസ് കോളം ഓഫ് ഫീൽഡോ കാണും. യൂഷ്വലി സ്റ്റോർസ് എ ലാർജ് സെറ്റ് ഓഫ് ടപ്പിൾസ്, അല്ലെ, കുറെ റോസുകൾ കാണും. ഈച്ച് ടപ്പിൾ ഇൻ എ റിലേഷണൽ ടേബിൾ റെപ്രസെന്റ്സ് ആൻ ഒബ്ജക്ട് ഐഡന്റിഫൈ ബൈ യുണീക് കീ. അതായത് ഓരോ ടേബിളിലും നമുക്കൊരു യുണീക് കീ വെച്ചായിരിക്കും ഓരോ റോയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കുറെ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സുകൾ, ഫീൽഡ് നെയിംസുകൾ കാണും. പിന്നെ സെമാന്റിക് ഡാറ്റ മോഡൽ സച്ച് ആസ് എന്റിറ്റി റിലേഷൻഷിപ്പ് ഡാറ്റ മോഡൽ, ER ഡയഗ്രാം ഈസ് ഓഫൺ കൺസ്ട്രക്ഷൻ ഫോർ റിലേഷണൽ ഡാറ്റാബേസ്. അതായത് ER ഡയഗ്രാം ഒക്കെ യൂസ് ചെയ്തായിരിക്കും നമ്മളത് കൂടുതൽ അതിനകത്തോട്ട് ഈ അനലിസ്റ്റുകൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ER ഡാറ്റ മോഡൽ റെപ്രസെന്റ്സ് എ ഡാറ്റാബേസ് ഈസ് എ സെറ്റ് ഓഫ് എന്റിറ്റീസ് ആൻഡ് ദ റിലേഷൻഷിപ്പ്. അപ്പൊ ഇങ്ങനെ വരുന്നത്, അതായത് DBMS നമ്മൾ കൊടുക്കുന്ന ഡാറ്റ കാണുമ്പോൾ അതായിരിക്കും ഡാറ്റാബേസ് ഡാറ്റ, ദാറ്റ് ഈസ് റോയും കോളവും ആയിട്ടായിരിക്കും ഡാറ്റ കൊടുക്കുന്നത്. ഒരു കീ വെച്ചായിരിക്കും അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ടപ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മൾ SQL-നകത്തും കുറി കൊടുത്തും ഒക്കെ കുറി യൂസ് ചെയ്ത് ഡേറ്റ എടുക്കുന്നുണ്ട്, SQL സെർവർ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളെ അവിടെ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ഭാഗത്ത് നിങ്ങൾ റീഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ട്രാൻസാക്ഷണൽ ഡേറ്റ ഉണ്ട്. ട്രാൻസാക്ഷണൽ ഡേറ്റ എന്ന് പറയാൻ നമ്മൾ ഇന്ന് ഏതൊരു കാര്യം പർച്ചേസ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മൾ സെയിൽ ചെയ്താലും നമുക്കൊരു ട്രാൻസാക്ഷൻ ഉണ്ട്, അല്ലെ. ഇൻ ജനറൽ ഈച്ച് റെക്കോർഡ് ഇൻ എ ട്രാൻസാക്ഷണൽ ഡേറ്റാബേസ് ക്യാപ്ചേഴ്സ് എ ട്രാൻസാക്ഷൻ such as a customer purchase, a flight booking,
or a customer clicks on a web page. A transaction typically includes a unique transaction identity number, that is transaction ID, and a list of the items make up the transactions, such as the item purchased in a transaction. നമ്മൾ ഇന്ന് എന്തൊരു കാര്യം ഓൺലൈനായിട്ട് ചെയ്താലും അതിലൊരു ട്രാൻസാക്ഷൻ ഐ ഡി കാണും. അപ്പൊ അതൊരു ഡേറ്റയാണ്. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞ നമ്മൾ DBMS ടേബിൾ മുഖേന ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന ദാറ്റ് ഈസ് ഡേറ്റാബേസ് ഡേറ്റയുണ്ട്. പിന്നെ ട്രാൻസാക്ഷൻ ഡേറ്റ, നമ്മൾ എന്ത് പ്രോസസ് ആയിരുന്നു എല്ലാം ഓൺലൈനായിട്ട് ഡിജിറ്റലായിട്ട് ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്ന ട്രാൻസാക്ഷൻ ഡേറ്റയാണ്. അത് നമുക്ക് എടുക്കാതെ നമ്മളൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്താലോ, നമ്മളൊരു പർച്ചേസ് നടത്തിയാലോ, സെയിൽ നടത്തിയാലോ, ഈവൻ ഒരു വെബ് പേജ് കയറി എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്താലോ നമുക്കൊരു ട്രാൻസാക്ഷൻ നടത്തും അല്ലെ. അപ്പോൾ നമുക്കൊരു ട്രാൻസാക്ഷൻ ID അവൈലബിൾ ആണ്. അപ്പം ട്രാൻസാക്ഷൻ ക്യാൻ ബി, അതും ഒരു ടേബിളിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. 1 റെക്കോർഡ് പെർ ട്രാൻസാക്ഷൻ, ഓരോ ട്രാൻസാക്ഷനും ഓരോ റെക്കോർഡുകളായിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ട്രാൻസാക്ഷൻ ഡേറ്റ കാണും. പിന്നെ പറയുന്ന അതർ കൈൻഡ്സ് ഓഫ് ഡേറ്റ, പിന്നെ ബാക്കിയുള്ള ഡേറ്റകളെല്ലാം അതർ കൈൻഡ്സ് ഓഫ് ഡേറ്റയിലോട്ട് ഇട്ടേക്കും. അതായത് ബിസൈഡ്സ് റിലേഷണൽ ഡേറ്റാബേസ് ഡേറ്റ, ഡേറ്റാബേസ് ഡേറ്റ, ട്രാൻസാക്ഷൻ ഡേറ്റ, there are many other kinds of data that is available in this structure. അതായത് പലതരത്തിലുള്ള സെമാൻറ്റിക് മീനിങ്സിലോടുകൂടി പലതരത്തിലുള്ള ഡേറ്റ കാണും. such kinds of data can be seen in many applications, that is time related or sequence data. അതായത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ കാണും, സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണും, ടൈം സീരീസ് കാണും, ബയോളജിക്കൽ ഡേറ്റ കാണും, ഡേറ്റ സ്ട്രീം കാണും, ദാറ്റ് ഈസ് CCTVയിലുള്ളതോ സെൻസർ ഡേറ്റയോ അല്ലെ സ്പേഷ്യൽ ഡേറ്റ കാണും, മാപ്പുകൾ കാണും, എഞ്ചിനീയറിംഗ് ഡിസൈൻ ഡേറ്റ കാണും, അതായത് ബിൽഡിങ്ങിന്റെ സിസ്റ്റം കമ്പോണന്റ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ, ഇതെല്ലാം വരുന്ന ഇതിനകത്തായിരിക്കും അതർ കൈൻഡ്സ് ഓഫ് ഡേറ്റ ആയിരിക്കും. അപ്പം ഇങ്ങനെ 3 തരത്തിലുള്ള ഡേറ്റ ഉണ്ടെന്നുള്ളത് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ മൈനിങ് സിസ്റ്റം. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള ഡേറ്റ വന്നു, ഇനി അതിനെ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം, ഈ ഡേറ്റ മൈനിങ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഇവയെ ക്ലാസിഫൈ ചെയ്യാന്നാണ് 7.5 പറയുന്നത്. നമുക്ക് നോക്കാം. എ ഡേറ്റ മൈനിങ് സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ഫോളോയിങ് ക്രൈറ്റീരിയ. 4 ക്രൈറ്റീരിയ യൂസ് ചെയ്ത് ഡേറ്റാബേസ് ടെക്നോളജി, 6 ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഡേറ്റാബേസ് ടെക്നോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷീൻ ലേണിംഗ്, ഇൻഫോർമേഷൻ സയൻസ്, വിഷ്വലൈസേഷൻ ആൻഡ് അതർ ഡിസിപ്ലിൻ. ഇത്രയും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ മൈനിങ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം. അതുകൂടാതെ സം അതർ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ കൊടുക്കുന്നുണ്ട്. അതർ ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ 4 എണ്ണമാണുള്ളത്. അത് 4നെയുമാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് പഠിച്ചു വെക്കേണ്ടതാണ്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി കൈൻഡ് ഓഫ് ഡേറ്റാബേസ് മൈൻഡ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി കൈൻഡ് ഓഫ് നോളജ് മൈൻഡ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടെക്നിക്സ് യൂട്ടിലൈസ്ഡ്, ലാസ്റ്റ് വൺ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആപ്ലിക്കേഷൻ അഡാപ്റ്റഡ്. അങ്ങനെ എങ്ങനെയൊക്കെ നമുക്ക് ഡേറ്റയെ അല്ലെങ്കിൽ നോളജിനെ അല്ലെ ഡേറ്റാബേസിനെ, ടെക്നിക്സിനെ, ആപ്ലിക്കേഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ മൈനിങ് സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പറയുന്നത്. ഫസ്റ്റ് വൺ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കോർഡിംഗ് ടു ദി കൈൻഡ് ഓഫ് ഡേറ്റാബേസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള ഡേറ്റയാണ് മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കണമെന്ന്. അതായത് വി ക്യാൻ ക്ലാസിഫൈ ദി ഡേറ്റ മൈനിങ് സിസ്റ്റം അക്കോർഡിംഗ് ടു ദി കൈൻഡ് ഓഫ് ഡേറ്റാബേസ് മൈൻഡ്. ഡേറ്റാബേസ് സിസ്റ്റംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ഡിഫറെന്റ് ക്രൈറ്റീരിയ such as data models, types of data, etc. അതായത് ഡേറ്റ പോലുള്ള ഡിഫറെന്റ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഡേറ്റാബേസ് സിസ്റ്റത്തെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏത് ഡേറ്റ വരുന്നു അതിന്റെ ഡിഫറെന്റ് ക്രൈറ്റീരിയ കാണും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡേറ്റ മൈൻ ചെയ്തെടുക്കുന്നതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ, വി ഹാവ് റിലേഷണൽ, ട്രാൻസാക്ഷണൽ, ഒബ്ജക്ട് റിലേഷണൽ, ഡേറ്റ വെയർഹൗസ് മൈനിങ് സിസ്റ്റം എക്സെട്ര. ഇവിടെ നിന്നൊക്കെ ഡേറ്റ വരുന്നതിനെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കോർഡിംഗ് ടു ദി കൈൻഡ് ഓഫ് ഡേറ്റാബേസ്, കൈൻഡ് ഓഫ് നോളജ് മൈൻഡ്. കൈൻഡ് ഓഫ് ഡേറ്റാബേസ് കഴിഞ്ഞ ശേഷം കൈൻഡ് ഓഫ് നോളജ് മൈൻഡ്. നോളജ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് ഡേറ്റ മൈനിങ് സിസ്റ്റംസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ഫങ്ഷണാലിറ്റി. അതാണ് നോളജ് കൊണ്ട് പറയുന്നത്. ഫങ്ഷണാലിറ്റിയെ ബേസ് ചെയ്ത് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, അതായത് ക്യാരക്ടറൈസേഷൻ, അതിന്റെ ക്യാരക്ടറിനെ ബേസ് ചെയ്ത്, അതിന്റെ ഡിസ്ക്രിമിനേഷൻ, അതെങ്ങനെ വിവേചിച്ച് വെച്ചിരിക്കുന്നു, അതിന്റെ ഡിസ്ക്രിമിനേഷനെ, അസോസിയേഷൻ ആൻഡ് കോറിലേഷൻ അനലൈസിസ്, അത് പരസ്പരം ഇതെങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്നു. കോറിലേഷൻ അനലൈസിസ് നമുക്ക് അടുത്ത ഇത് വരുന്നുണ്ട് കേട്ടോ. കോറിലേഷൻ അനലൈസിസ് പരസ്പരം എങ്ങനെ അത് ആ പരസ്പരം വിശകലനം ചെയ്യാൻ പറ്റും, ആ തമ്മിലുള്ള കണക്ഷൻസ്, അങ്ങനെ നമുക്ക് നോളജ് മൈൻഡ് ചെയ്യാം. പിന്നെ ക്ലാസിഫിക്കേഷൻ, പ്രിഡിക്ഷൻ, അതായത് നമുക്കതിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ലേ. പിന്നെ
ക്ലസ്റ്ററിംഗ് ഉണ്ട്, അതായത് ഗ്രൂപ്പ് ഓഫ് ഡേറ്റ ആക്കി ക്ലസ്റ്റർ രൂപത്തിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഔട്ട്ലയർ അനലൈസ്, അതായത് ക്ലസ്റ്ററിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഡേറ്റകൾ കാണും. പിന്നെ ഇവല്യൂഷൻ അനലൈസിസ്, ഇങ്ങനെയുള്ള അനലൈസിസ് ആണ് നമുക്ക് എഴുതി വരുന്നത് ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട് ദി കൈൻഡ് ഓഫ് നോളജ് മൈൻഡ്. പിന്നെ പറയുന്ന ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട് ദി കൈൻഡ് ഓഫ് ടെക്നിക്സ് യൂട്ടിലൈസ്ഡ്. ടെക്നിക്സ് എന്ന് പറയുമ്പം we can describe these techniques according to degree of user interaction involved or the methods of analysis employed. അതായത് യൂസറിന്റെ ഇന്ററാക്ഷൻ അനുസരിച്ചോ അല്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യുന്ന മെത്തേഡ് അനുസരിച്ചോ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതാണ് കൈൻഡ്സ് ഓഫ് ടെക്നിക്സ്. യൂസർ എങ്ങനെയാണ് യൂസർ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ഡേറ്റയുമായിട്ട്, അല്ലെങ്കിൽ അത് ഒരു യൂസർ എങ്ങനെയാണ് അത് അനലൈസ് ചെയ്യുന്ന ആ മെത്തേഡ്, അതിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വൺ പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കൗണ്ട് ദി ആപ്ലിക്കേഷൻ മൈൻഡ് അഡാപ്റ്റഡ്. അക്കൗണ്ട് ദി ആപ്ലിക്കേഷൻ അഡാപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആണോ, ടെലികമ്മ്യൂണിക്കേഷൻ ആണോ, DNA, സ്റ്റോക്ക് മാർക്കറ്റ്, ഇമെയിൽ, ഇതിനെ വെച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ, നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണോ ചെയ്യുന്നത് അതിനെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ 4 തരത്തിൽ ഡാറ്റ മൈനിങ്ങിനകത്ത് ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോണം. നെക്സ്റ്റ്, ഡേറ്റ മൈനിങ് വേഴ്സസ് ഡേറ്റ വെയർ ഹൗസിങ്. അത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഡേറ്റ ലേക്കും ഡേറ്റ വെയർ ഹൗസും തമ്മിൽ ഡിഫറൻസ്. അപ്പൊ നമുക്ക് എന്തായാലും ഡേറ്റ വെയർ ഹൗസ് എന്താ നമ്മൾ കുറെ പോയിന്റ്സ് പഠിച്ചു വെക്കണം. എന്നിട്ട് ഇനി ഡേറ്റ മൈനിങ് ആണെങ്കിൽ ഡേറ്റ മൈനിങ് എന്താന്നുള്ളത് ഇനിയിപ്പോ അവിടെ പറയുന്നത്, ഡേറ്റ മൈനിങ് ഈസ് ലുക്കിംഗ് ഫോർ ഹിഡൻ വാലിഡ് പൊട്ടൻഷ്യലി യൂസ്ഫുൾ പാറ്റേൺ ഇൻ ഹ്യൂജ് ഡേറ്റ സെറ്റ്. വലിയ ഡേറ്റ സെറ്റുകളിൽ നമ്മൾ ഒളിഞ്ഞിരിക്കുന്ന, എന്നാൽ നമുക്ക് വാലിഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പാറ്റേണുകൾ നമ്മൾ കണ്ടെത്തി അതിനെ മൈൻ ചെയ്തെടുക്കുക. ഡാറ്റ മൈനിങ് ഈസ് അബൌട്ട് ഡിസ്കവറിങ് അൺസസ്പെക്റ്റഡ് പ്രീവിയസ്ലി അൺനോൺ റിലേഷൻഷിപ്പ്. അതായത് റിലേഷൻഷിപ്പ് നമുക്ക് അറിയത്തില്ല, എന്നാൽ നമുക്ക് അതിൽ നിന്ന് അത് മൈൻ ചെയ്ത് പ്രോസസ് ചെയ്ത് എടുക്കാൻ പറ്റണം. ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി സ്കിൽ ദാറ്റ് യൂസസ് മെഷീൻ ലേണിംഗ്, സ്റ്റാറ്റിസ്റ്റിക്സ്, AI ആൻഡ് ഡാറ്റാബേസ് ടെക്നോളജി. This insights extracted via data mining can be used for marketing, fraud detection and scientific discovery. Data mining യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റിങ്ങിലും ഫ്രോഡ് ഡിറ്റക്ഷനും അതുപോലെ സയന്റിഫിക് ഡിസ്കവറിയും ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ അടുത്ത പറയുന്നത് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ മൈനിങ്ങും ഡേറ്റ വെയർ ഹൗസിങ്ങും എന്താന്ന് കുറെ പോയിന്റ്സുകളുണ്ട്. അപ്പൊ നമുക്ക് ഇത് വെച്ചുകൊണ്ട് എന്തായാലും ഡേറ്റ വെയർ ഹൗസ് ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഡേറ്റ മൈനിങ്ങിന്റെ പോയിന്റ്സ് നോക്കിയാൽ പോരെ. നോക്കി, ഡേറ്റ മൈനിങ് ഈസ് ദി പ്രോസസ് ഓഫ് അനലൈസിസ് അൺനോൺ പാറ്റേൺസ് ഓഫ് ഡേറ്റ. അതായത് നമുക്ക് അറിയാൻ പറ്റും, അതായത് കുറെ ഡേറ്റകൾ വരുന്നുണ്ട്, അതിൽ നിന്നും അതായത് സ്ട്രക്ചേർഡ് ഡേറ്റ അല്ല വരുന്നത്, അൺസ്ട്രക്ചേർഡോ സെമി സ്ട്രക്ചേർഡ് ആയിട്ട് ഡേറ്റ വരുന്നതിനെ അനലൈസ് ചെയ്തെടുക്കണം. അതേസമയം നമ്മൾ ഡേറ്റ വെയർ ഹൗസ് ആണ് എന്നായിരിക്കും, അതായത് ഡേറ്റ വെയർ സിസ്റ്റംസ് ആർ ഡിസൈൻഡ് ഫോർ അനലിറ്റിക്കൽ ഇൻസ്റ്റഡ് ഓഫ് ട്രാൻസാക്ഷണൽ വർക്ക്. അല്ലേ, ഒരു ഡേറ്റാബേസ് സിസ്റ്റം ആണ്, അതായത് അനലൈസിസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുകയാണ്. ഇതല്ല നമ്മൾ അനലൈസിങ് അൺനോൺ പാറ്റേൺ എന്ന് പറയുന്ന ഉദ്ദേശിച്ചാൽ മതി, അൺസ്ട്രക്ചേർഡ് ഡേറ്റ ആയിരിക്കും. അതായത് അൺസ്ട്രക്ചേർഡ് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന സെൻസർ ഡേറ്റയോ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഒക്കെ ആയിരിക്കും അൺസ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുന്ന ഡേറ്റ. പിന്നെ ഡേറ്റ മൈനിങ് ഈസ് എ മെത്തേഡ് ഓഫ് കമ്പയറിംഗ് ലാർജ് എമൗണ്ട്സ് ഓഫ് ഡാറ്റ ടു ഫൈൻഡ് റൈറ്റ് പാറ്റേൺസ്. അപ്പം നമുക്ക് ഒരുപാട് ഡേറ്റ ഇട്ട് കമ്പയർ ചെയ്ത് വേണം ഇതിനെ കണ്ടുപിടിക്കാമായിരുന്നു. പിന്നെ ഡേറ്റ മൈനിങ് ഇസ് യൂഷ്വലി ഡൺ ബൈ ബിസിനസ് യൂസേഴ്സ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് എഞ്ചിനീയേഴ്സ്. അവരായിരിക്കും യൂസ് ചെയ്യുന്നത് നോക്കുന്നത്. Data mining is considered as a process of extracting data from large data set. One of the most important benefits of data mining techniques is the detection and identification of errors in the system. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഡേറ്റയ്ക്കാണ് അതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, അല്ലെ അതിനെ ഡിറ്റക്ട് ചെയ്യാനോ ഐഡന്റിഫൈ ചെയ്യാനോ നമുക്ക് ഡേറ്റ മൈനിങ് ടൂൾസുകൾ യൂസ് ചെയ്യാം. ഡേറ്റ മൈനിങ് ഹെൽപ്സ് ടു ക്രിയേറ്റ് സജസ്റ്റീവ് പാറ്റേൺസ് ഫോർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ലൈക്ക് ബൈങ് ഹാബിറ്റ്സ് ഓഫ് കസ്റ്റമർ, പ്രോഡക്ട്സ്, സെയിൽസ്. ഈ ഡേറ്റ മൈനിങ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പം സെയിൽസുകൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. അതായത് ഒരു കസ്റ്റമറുടെ ബിഹേവിയർ നോക്കിക്കൊണ്ട് നമുക്ക് ആ പ്രോഡക്റ്റിന്റെ സെയിൽ കൂട്ടാൻ പറ്റുന്നു. അല്ലെ, നമ്മളിപ്പോൾ ഒരു സോപ്പ് വാങ്ങിക്കുവാണെങ്കിൽ ആ സോപ്പിന് മാർക്കറ്റിൽ ഭയങ്കര വിലയാണെങ്കിൽ ആ കമ്പനിക്കാർ ആ സോപ്പ് അല്ലേ കൂടുതൽ ഇറക്കുമില്ലേ. അപ്പൊ അതായത് കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ അനുസരിച്ച് നമുക്ക് വേണേൽ പറയാൻ പറ്റും. പിന്നെ ഡേറ്റ മൈനിങ് ടെക്നിക്സ് ആർ നെവർ 100% ആക്യുറേറ്റ് ആകണം എന്നില്ല, നെവർ ആ പറഞ്ഞിരിക്കുന്നത്. Information gathered based on data mining organization can be misused against a group of people. ഡേറ്റ മൈനിങ് ഇങ്ങനെ എടുക്കുന്നത് ഓർഗനൈസേഷൻസ് ഒക്കെ ചിലപ്പോൾ അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അന്ന് പറയും കുറെ പോയിന്റ്സുകളുണ്ട് വായിച്ചു. അതായത് ഇനി പറഞ്ഞ ക്രിട്ടിക്കൽ ബെനിഫിറ്റ് ഓഫ് ഡേറ്റ മൈനിങ് ടെക്നിക്സ് ഐഡന്റിഫൈങ് എറേഴ്സ് വിച്ച് ക്യാൻ ലീഡ് ടു ലോസ്. അതായത് എന്തെങ്കിലും എറർ വന്നാൽ ചിലപ്പോൾ അവിടെ നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കുന്ന ഡേറ്റയിൽ ലോസ്റ്റ് സംഭവിക്കാം.
പിന്നെന്താ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് കമ്പയർസ് ടു സ്റ്റാറ്റിക്കൽ ഡാറ്റ ആപ്ലിക്കേഷൻ പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പൊ ഡാറ്റ മൈനിങ്ങിനെ കുറിച്ച് ഒന്ന് പഠിച്ച് കുറച്ച് പോയിന്റ്സ് കൂടെ നോട്ട് ചെയ്ത് വെച്ചോണം. അവിടെ ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ അപ്പൊ അതിന്റെ കൂടെ എഴുതാൻ പറ്റുന്നു. ഡാറ്റ വെയർഹൗസ് എന്നാന്ന് പിന്നെ നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റില്ല. നമ്മളിപ്പോ ഇത്രയും ദിവസം പഠിച്ചപ്പോൾ ഡാറ്റ വെയർഹൗസ് എന്നാ നിങ്ങൾക്ക് ഒരു ഐഡിയ ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സം ഇമ്പോർട്ടന്റ് റീസൺസ് ഫോർ യൂസിങ് ഡാറ്റ വെയർഹൗസസ്. എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ ഡാറ്റ വെയർഹൗസ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇന്റഗ്രേറ്റ്സ് മെനി സോഴ്സ് ഓഫ് ഡാറ്റ ആൻഡ് ഹെൽപ്സ് ടു ഡിക്രീസ് സ്ട്രെസ് ഓൺ എ പ്രൊഡക്ഷൻ സിസ്റ്റം. അതായത് പല സോഴ്സിലും ഡാറ്റ ഇന്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ സിസ്റ്റത്തിന്റെ സ്ട്രെസ് കുറയ്ക്കാനും ഡാറ്റ വെയർഹൗസിന് പറ്റുന്നുണ്ട്. പിന്നെ ഒപ്റ്റിമൈസ്ഡ് ഡാറ്റ ഫോർ റീഡിംഗ് ആക്സസ് ആൻഡ് കോൺസിക്യൂട്ടീവ് ഡിസ്ക് സ്കാൻസ്. അതായത് റീഡിംഗ് ആക്സസും ഡിസ്ക് സ്കാനിങ്ങും ഒക്കെ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഡാറ്റ വെയർഹൗസ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് ഡാറ്റ ഫ്രം സോഴ്സ് സിസ്റ്റം അപ്ഗ്രേഡ്. അതിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. allow users to perform master data management master data management പെർഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇംപ്രൂവ് ഡാറ്റ ക്വാളിറ്റി ഇൻ സോഴ്സ് സിസ്റ്റംസ്. ഡാറ്റയുടെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ ഡാറ്റ വെയർഹൗസിലോട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മൾ ഇത് ഡാറ്റ വെയർഹൗസ് യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് വൈ യൂസ് ഡാറ്റ മൈനിങ്. എന്തിനാണ് ഡാറ്റ മൈനിങ് യൂസ് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് റിലവൻസ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗസ്റ്റ് ഡാറ്റ. അതായത് ഡാറ്റകൾക്കിടയിൽ ഒരു റിലേഷൻഷിപ്പ് സ്ഥാപിക്കാനാണ്. എന്ന് പറഞ്ഞാൽ യൂസ് ദിസ് ഇൻഫോർമേഷൻ ടു ജനറേറ്റ് പ്രൊഫിറ്റബിൾ ഇൻസൈറ്റ്. അതായത് അങ്ങനെ ഡാറ്റകൾക്കിടയിൽ റിലേഷൻഷിപ്പ് സ്ഥാപിച്ചാൽ നമുക്ക് ലാഭകരമായ പ്രൊഫിറ്റബിൾ ആയിട്ടുള്ള ഇൻസൈറ്റുകൾ ലഭിക്കും. അതായത് സ്ഥിതി വിവര കണക്കുകളൊക്കെ നമുക്ക് ലഭിക്കാൻ പറ്റും. ബിസിനസ് ക്യാൻ മേക്ക് ഇൻഫോർമഡ് ഡിസിഷൻ ക്വിക്കലി. ഇപ്പൊ ബിസിനസ് നമുക്ക് ഒന്നുകൂടെ മെച്ചപ്പെടുത്തിയിട്ട് തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതുപോലെ ഹെൽപ്സ് ടു ഫൈൻഡ് അൺയൂഷ്വൽ ഷോപ്പിംഗ് പാറ്റേൺസ് ഇൻ ഗ്രോസറി സ്റ്റോഴ്സ്. പലചരക്കടകളിലൊക്കെ നമുക്ക് ഇതെങ്ങനെയായിരിക്കും അല്ലെ, ഇത് മൈൻഡ് ചെയ്തെടുത്തിട്ട് വേണം അതിനകത്ത് ഷോപ്പിംഗ് പാറ്റേൺസ് ഒക്കെ നോക്കാൻ. അത് ഒരു കസ്റ്റമർ ബിഹേവിയറിനെ നോക്കാനാണ് പറയുന്നത്. അങ്ങനെ പറയും 5-6 പോയിന്റ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത് രണ്ടിന്റെ ആവശ്യകത എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നോക്കാൻ ഇനി പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഡാറ്റ മൈനിങ് ടൂൾസുകൾ ഏതൊക്കെയാണ്? അത് നമുക്ക് വേണമെങ്കിൽ എക്സാമിന് 15 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുന്നതാണ്. എന്തൊക്കെയാണ് ഡാറ്റ മൈനിങ് ടൂൾസുകൾ? ഇവിടെ കുറെ ടൂളുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് കുറെ ടൂളുകൾ അറിയായിരിക്കും. നമുക്ക് അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പോകാം. അതായത് ഓറഞ്ച്, സാസ്, റാപ്പിഡ് മൈനർ, റാറ്റില്, ഡാറ്റ മെൽട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡാറ്റ മൈനിങ് ടൂളുകൾ ഉണ്ട്. Data mining techniques are derived that utilize the domain knowledge from statistical analytics, artificial intelligence and data system in order to analyze data in a proper manner and in view of different dimensions and perspectives. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷൻസും വ്യത്യസ്തമായിട്ടുള്ള വ്യൂ കണക്കിലെടുത്ത് ശരിയായ രീതിയിൽ നമുക്ക് ഡേറ്റയെ അനലൈസ് ചെയ്യുന്നതിനായി സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് അല്ലെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് സിസ്റ്റംസുകൾ എന്നിവയിൽ നിന്നുള്ള ഡൊമൈൻ നോളജ് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡാറ്റ മൈനിങ് ടെക്നിക്സ് എന്ന് പറയുന്നത്. Data mining tools discover patterns or trends from the collection of large set of data and transform data into a useful information for making decisions. അതായത് എപ്പോഴും ഡാറ്റ മൈനിങ് ടൂൾസുകൾ വലിയ സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് വേണ്ട പാറ്റേൺ ഡെവലപ്പ് ചെയ്യണം. പാറ്റേൺ ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ക്ലസ്റ്റർ ഒക്കെ ആയിട്ട് കുറെ ഗ്രൂപ്പ് ഓഫ് ഡേറ്റ ഇങ്ങനെ വരുമ്പം അതിൽ കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഡേറ്റ ഏതോ അതിൽ നിന്നും അതായത് സെയിലുകൾ കൂട്ടാനും അതായത് അനലൈസ് ചെയ്യാനും എന്നിട്ട് നമുക്ക് ബിസിനസ്സിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പം എക്സാമ്പിൾ ഫ്രെയിംവർക്ക് സച്ച് ആസ് RStudio or Tableau that allows us to perform different types of data mining analysis. These tools allow us to implement algorithms like a classification and clustering on a data set and visualize the result. അതായത് ഈ ടൂൾസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അതായത് ഈ ടൂൾസുകളൊക്കെ വരുമ്പോൾ തന്നെ കുറെ അൽഗോരിതംസ് വെക്കുന്നുണ്ട്. എന്തിനാണ്? ക്ലാസിഫിക്കേഷനും ക്ലസ്റ്ററിങ്ങും ക്ലാസിഫിക്കേഷൻ നമ്മളത് പറയാൻ പോവുക. അപ്പൊ അതിന് നമുക്ക് എന്താന്നുള്ളത് ഐഡിയ പിടികിട്ടും. ക്ലസ്റ്ററിംഗ് ഒക്കെ ഇനി വരുന്ന പോയിന്റ്സിലുണ്ട്. അതായത് ഗ്രൂപ്പ് ഓഫ് ഡേറ്റ ഇരുന്നുകൊണ്ട് നമുക്ക് അതായത് ഒരു ബിഹേവിയർ നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ നോക്കുക. അതായത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ആണ് കൂടുതലും അല്ലെ, കടക്കാരൊക്കെ ചുമ്മാ ഇരിക്കുക. അതുപോലെ
എന്താ എന്ത് സാധനം നമുക്ക് ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവിടെ ഫ്രീക്വന്റ് ആയിട്ട് ഡേറ്റ വരുമ്പോൾ ആ മേഖലയാണ് കൂടുതൽ പോകുന്നതും വില കുറവുണ്ടെന്ന് നോക്കി നമ്മൾ അങ്ങോട്ട് പോകും. അതാണ് കസ്റ്റമറിന്റെ ബിഹേവിയർ നോക്കിക്കൊണ്ട് ബിസിനസ് ഇംപ്രൂവ് ചെയ്യിക്കുക എന്നുള്ള പോയിന്റ്സുകളൊക്കെയാണ് ഈ ടൂളുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ദർ ആർ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോപ്പുലർ ഡേറ്റ മൈനിങ് ടൂൾസ് എന്ന് പറയുന്നത് ഓറഞ്ച് ഡേറ്റ മൈനിങ്. ഇതൊരു ബയോ ഇൻഫോർമാറ്റിക്സ് ലബോറട്ടറിയിലാണ് ഡെവലപ്പ് ചെയ്തത്. അതായത് ലുബ്ലിയാന യൂണിവേഴ്സിറ്റിയിൽ, അതായത് ഫാക്കൽറ്റി ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫോർമേഷൻ സയൻസ് സ്ലോവീനിയയിൽ. ഓറഞ്ച് ഈസ് എ മെഷീൻ ലേണിംഗ് ആൻഡ് ഡേറ്റ മൈനിങ് സോഫ്റ്റ്വെയർ സ്യൂട്ട് കേട്ടോ. ഓറഞ്ച് എന്ന് പറഞ്ഞ ഒരു മെഷീൻ ലേണിംഗും ഡേറ്റ മൈനിങ്ങിനും യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് സപ്പോർട്ട്സ് ഡേറ്റ വിഷ്വലൈസേഷൻ ആൻഡ് സോഫ്റ്റ്വെയർ ബേസ്ഡ് കമ്പോണൻസ് റൈറ്റ് ഇൻ പൈത്തണിലാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ വിഷ്വലൈസ് ചെയ്യാനും ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ദി കമ്പോണൻസ് ഓഫ് ഓറഞ്ചിനെ പറയുന്നത് വിഡ്ജറ്റ് എന്നാണ്. ദീസ് വിഡ്ജറ്റ് റേഞ്ചസ് ഫ്രം ഡേറ്റ വിഷ്വലൈസേഷൻ ആൻഡ് പ്രീ പ്രോസസിംഗ് ടു അസംബിൾ ദി അൽഗോരിതംസ് ആർ യൂസ്ഡ് ടു പ്രൊഡക്റ്റീവ് മോഡലിംഗ്. ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് എന്തായിരിക്കും അൽഗോരിതംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് ഡേറ്റയെ വിഷ്വലൈസ് ചെയ്യാനും പറ്റും. അതുപോലെ പ്രൊഡക്റ്റീവ് മോഡലിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുക, ഇത് നമ്മൾ ഇത് യൂസ് ചെയ്താൽ ഇന്നത് കിട്ടുമോ എന്നുള്ളതിനെ പ്രൊഡക്റ്റീവ് മോഡലിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം മെയിനായിട്ട് ഓർത്തിരിക്കുക, മെഷീൻ ലേണിങ്ങും ഡാറ്റ മൈനിങ്ങിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓറഞ്ച് എന്നുള്ളത് ഓർത്തി വെക്കുക. വിഡ്ജറ്റ്സ് ഡെലിവർ മച്ച് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാലിറ്റി സച്ച് ആസ് ഡിസ്പ്ലേയിങ് ഡാറ്റ ടേബിൾ ആൻഡ് അലവിങ് എ സെലക്ട് ഫീച്ചേഴ്സ്, റീഡിംഗ് ഓഫ് ഡാറ്റ, ട്രെയിനിങ് പ്രിഡിക്റ്റേഴ്സ് ആൻഡ് കമ്പാരിസൺസ് ഓഫ് ലേണിംഗ് അൽഗോരിതംസ്. അതാണ് മെയിനായിട്ട് ഈ ഓറഞ്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇങ്ങനെ കൂടുതൽ നിൽക്കുന്നത്. ട്രെയിനിങ് പ്രിഡിക്റ്റേഴ്സ് ആൻഡ് കമ്പാരിസൺസ് ഓഫ് ലേണിംഗ് അൽഗോരിതംസ്, അതായത് പരിശീലനമായിട്ട് നമുക്ക് എന്തായിരിക്കും പ്രവചിക്കാൻ പറ്റും. അത് പരിശീലന പ്രവചനങ്ങളും ലേണിംഗ് അൽഗോരിതംസും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അതുപോലെ ഡേറ്റ എലമെന്റ് വിഷ്വലൈസേഷൻ, ഡേറ്റയെ നമുക്ക് വിഷ്വലായിട്ട് ദൃശ്യവൽക്കരിക്കാനും പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ വൈ ഓറഞ്ച്, എന്താണ് ഓറഞ്ച്? ഡേറ്റ മൈനിങ്, ഡേറ്റ കമ്മിങ് ടു ഓറഞ്ച് ഈസ് ഫോർമാറ്റഡ് ക്വിക്ലി ടു ദി ഡിസൈർഡ് പാറ്റേൺ ആൻഡ് ദി വിഡ്ജറ്റ്സ് ക്യാൻ ബി ഈസിലി ട്രാൻസ്ഫോംഡ് വെനെവർ ഓർ വാട്ടെവർ വെറെവർ നീഡഡ്. ഓറഞ്ച് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ടു യൂസേഴ്സ്. അതായത് ഡേറ്റ വേഗത്തിൽ കമ്പയർ ചെയ്യാനും അനലൈസ് ചെയ്യാനും ചുരുങ്ങിയ ടൈമിനുള്ള ഡിസിഷൻസ് എടുക്കാനും യൂസറെ പ്രാപ്തരാക്കുന്നതുകൊണ്ടാണ് ഈ ഓറഞ്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വിപണിയിൽ നിൽക്കുന്നതെന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പൈത്തണിന്റെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്താണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. വിഷ്വൽ ടൂൾസ് എന്ന് പറയുന്നത് ഡേറ്റ നമുക്ക് ബാർ ചാർട്ട് ആയിട്ടോ സ്കാറ്റർ പ്ലോട്ട് ആയിട്ടോ ട്രീ ആയിട്ടോ ഡെൻഡയഗ്രാം ആയിട്ടോ ഹീറ്റ് മാപ്പ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും വിഷ്വലൈസ് ചെയ്ത് കാണാനും പറ്റും. അതുകൊണ്ടാണ് ഓറഞ്ച് വിപണിയിൽ കൂടുതലായിട്ട് നിൽക്കുന്നതെന്ന് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് സാസ്. പിന്നെ ഓറഞ്ച് സാസ് ഡേറ്റ മൈനിങ്. സെക്കൻഡ് നോക്കുക, സാസ്. സാസ് എന്ന് പറഞ്ഞാല് സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസ് സിസ്റ്റം. ഫുൾ ഫോം പഠിച്ചു വെച്ചോണം. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് സാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്രിയേറ്റഡ് ബൈ ഫോർ അനലിറ്റിക്സ് ആൻഡ് ഡാറ്റ അനലൈസ് ചെയ്യാനും ഡാറ്റ മാനേജ് ചെയ്യാനും വേണ്ടി ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ് സാസ്. സാസ് ക്യാൻ മൈൻ ഡാറ്റ, ചേഞ്ച് ഇറ്റ്, മാനേജ് ഇൻഫോർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ്, അനലൈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സാസ് എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റയെ മൈൻ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും മാനേജ് ചെയ്യാനും അനലൈസ് ചെയ്യാനും എല്ലാം സാസ് യൂസ് ചെയ്യാം. ഇറ്റ് ഓഫേഴ്സ് എ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഫോർ നോൺ ടെക്നിക്കൽ യൂസേഴ്സ്. അത് ടെക്നിക്കൽ അല്ലാത്ത യൂസേഴ്സിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഗ്രാഫിക്കൽ യൂസർ എൻവയോൺമെന്റ് ആണ്, GUI ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാസ് ഡേറ്റ മൈനർ allows users to analyze big data and provide accurate insight for timely decision making purpose. സാസിനകത്ത് നമുക്ക് ബിഗ് ഡാറ്റ അനലൈസ് ചെയ്യാനും അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസിഷൻസ് എടുക്കാനും പറ്റും സാസ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ സാസ് ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി പ്രോസസിംഗ് ആർക്കിടെക്ചർ ദാറ്റ് ഇസ് ഹൈലി സ്കെയിലബിൾ. ഇറ്റ് ഈസ് സ്യൂട്ടഡ് ഫോർ ഡാറ്റ മൈനിങ്, ഒപ്റ്റിമൈസേഷൻ ആൻഡ് ടെക്സ്റ്റ് മൈനിങ് പർപ്പസ്. ഇതിനെല്ലാമാണ് സാസ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ മൈനിങ്, ഒപ്റ്റിമൈസേഷൻ, അതുപോലെ ടെക്സ്റ്റ് മൈനിങ് പർപ്പസ്, ഇതിനായിരിക്കും സാസ് യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ പറയുന്നത് അവിടെ ഫോർത്ത് എന്നാണ് കിടക്കുന്നത്, റാറ്റിൽ.
റാറ്റിൽ ഈ ഓരോന്നിനും ഓരോ ഐക്കൺ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് പൈത്തൺ ആണെ പൈത്തൺ ഒരു ഐക്കൺ ഇല്ലേ, സി ലാംഗ്വേജ് എടുത്താൽ സിക്ക് ഒരു ഐക്കൺ ഇല്ലേ, അല്ലെ MS ഓഫീസ് എടുക്കുമ്പം വേർഡ് ആണ് W ഒരു ഐക്കൺ ആയിരിക്കും, എക്സൽ, പവർ പോയിന്റ്, ലിബർ ഓഫീസ് ആണ് റൈറ്റർ, ഇംപ്രസ്, കാൽക്ക്, ഇതിനൊക്കെ ഓരോ ഐക്കൺസ് ഇല്ലേ എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോ ഈ പറയുന്ന ഡാറ്റ മൈനിങ് ടൂൾസിനെല്ലാം ഓരോ ഐക്കൺ, ആ ഐക്കൺ ഈ ഫിഗർ ആയിട്ട് ടെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത്. റാറ്റിൽ എന്ന് പറഞ്ഞ ഡാറ്റ മൈനിങ് ടൂള് ബേസ്ഡ് ഓൺ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിനെ ബേസ് ചെയ്തുള്ള ഡാറ്റ മൈനിങ് ടൂൾസ് ആണ്. ഇത് R പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഏതായിരുന്നു, ഓറഞ്ച് പൈത്തൺ ആയിരുന്നു, പൈത്തന്റെ സ്ക്രിപ്റ്റിംഗ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ R പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. റാറ്റിൽ കമ്പയേഴ്സ് വിത്ത് പവർ ഓഫ് R വിത്ത് സിഗ്നിഫിക്കന്റ് ഡാറ്റ മൈനിങ് ഫീച്ചേഴ്സ്. R പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ദാറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസിന് വേണ്ടി, അതായത് ഡാറ്റ അനലൈസിസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനലൈസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ആണ് ഇത് R പ്രോഗ്രാമിംഗ്. അപ്പൊ അത് വെച്ചാണ് റാറ്റിൽ എന്ന് പറയുന്ന ഡാറ്റ മൈനിങ് ടൂള് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വർക്ക് ചെയ്യാവുന്ന പോലെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്നേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് റാപ്പിഡ് മൈനർ. റാപ്പിഡ് മൈനർ ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ ടൂൾ ഫോർ പെർഫോമിംഗ് പ്രൊഡക്ഷൻ. പ്രവചിക്കാൻ വേണ്ടി ഏറ്റവും പറ്റിയ ടൂളാണ് റാപ്പിഡ് മൈനർ. ഇറ്റ് ഈസ് റിട്ടേൺ ഇൻ ജാവ പ്രോഗ്രാമിംഗ്. ജാവയിലാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഓഫേഴ്സ് ആൻ ഇന്റഗ്രേറ്റഡ് എൻവയോൺമെന്റ് ഫോർ ടെക്സ്റ്റ് മൈനിങ്, ഡീപ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, പ്രൊഡക്റ്റീവ്. സാധാരണ നമ്മൾ ടെക്സ്റ്റ് മൈനിങ്, ഡീപ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, പ്രൊഡക്റ്റീവ് അനലൈസിസിനാണ്, അതായത് ഏറ്റവും നല്ലതെന്ന് പറയാം പ്രൊഡക്റ്റീവ് അനലൈസിസിനാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റ് can be used for wide range of applications, including company application, commercial application, research, execution, etc. Rapid Miner provides a server on-site as well as in public or private cloud infrastructure. Rapid Miner എന്ന് പറയുമ്പോൾ അതിന് പബ്ലിക് ഓർ ക്ലൗഡ്, പബ്ലിക് അല്ലെ പ്രൈവറ്റ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും റാപ്പിഡ് മൈനറിന്. ഇറ്റ് ഹാസ് എ ക്ലയന്റ് സെർവർ മോഡൽ. ക്ലയന്റ് സെർവർ മോഡൽ ഇരുന്നുകൊണ്ട് പബ്ലിക് അല്ലെ പ്രൈവറ്റ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്താ പബ്ലിക്കും പ്രൈവറ്റും ക്ലൗഡ് എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ഏതൊരു സെമ്മില് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്, തേർഡ് ആയിരിക്കും. അതായത് പബ്ലിക് ക്ലൗഡും പ്രൈവറ്റ് ക്ലൗഡും തമ്മിലുള്ള ഡിഫറൻസ് അറിയാമോ? ക്ലൗഡ് എന്ന് പറയുന്നത് ഞാൻ വേണമെന്ന് പറയാം, ക്ലൗഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൺ ഡിമാൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ക്ലൗഡ്. പണ്ടൊക്കെ നമ്മൾ എന്താ അതായത് നമുക്ക് ഡാറ്റ ഇപ്പൊ സെർവർ എന്നുള്ള കൺസെപ്റ്റ് ആയിരുന്നെങ്കിൽ സെർവർ വെക്കാൻ വലിയ റൂം വേണം, അതായത് ഒരു ഗോഡൌൺ പോലെയൊക്കെ ആയിരിക്കും സെർവർ വെക്കാൻ. നമുക്ക് നമ്മൾ കുറെ സാധനങ്ങൾ കൊണ്ട് വെച്ചിട്ട് കമ്പനി നടത്തുവാണെങ്കിൽ സാധനങ്ങളെല്ലാം ഗോഡൌണിൽ കൊണ്ട് വെക്കും അല്ലേ. അപ്പൊ നമുക്ക് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വരിക ചെയ്യുന്നത്. ഇത് എന്ന് പറയുന്നതിലായിരുന്നു നമ്മൾ ട്രഡീഷണൽ ഡാറ്റാബേസ് ആയിരുന്നപ്പോൾ ഒരു സെർവർ എന്നുള്ള കൺസെപ്റ്റ് വേണമായിരുന്നു. ഇപ്പൊ കമ്പനികളൊക്കെ ഡെവലപ്പ് ചെയ്തത്. പക്ഷെ ഇപ്പൊ അത് മാറിയിട്ട് ക്ലൗഡ് ബേസ്ഡ് ആകുമ്പോഴത്തേനും ക്ലൗഡിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൈസ കൊടുത്ത് നമുക്ക് സ്പേസ് വാങ്ങിച്ചാൽ മതി. അതാ ക്ലൗഡിന്റെ. അത് പ്രൈവറ്റും ഉണ്ട് പബ്ലിക്കും ഉണ്ട്. പബ്ലിക് മീൻസ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് നമ്മൾ സ്വന്തമായിട്ട് മേടിച്ചാൽ നമുക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് പബ്ലിക് ക്ലൗഡ്. അതായത് ആവശ്യമുള്ളപ്പോൾ നമ്മൾ മേടിക്കുന്നു, ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ആ സ്പേസ് നമുക്ക് വേണ്ട. അത്രയും സമയത്തിന് മാത്രം നമുക്ക് ഒരു കമ്പനി റൺ ചെയ്യിക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു ഓൺലൈൻ പ്രോസസ്സിങ് തുടങ്ങാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ പബ്ലിക് ഓർ പ്രൈവറ്റ് അല്ലെ. പ്രൈവറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ജീവനാന്തകാലം നമുക്ക് ആ ഒരു വെബ്സൈറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് തന്നെ വേണം. അപ്പൊ നമ്മൾ ഏറെ പൈസ കൊടുത്ത് വാങ്ങിക്കുക. അപ്പം റാപ്പിഡ് മൈനർ എന്ന് പറയുന്നത് പബ്ലിക്കിലോ പ്രൈവറ്റിലോ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒറാക്കിൾ BI. ഒറാക്കിൾ BI എന്ന് പറയുന്ന ബിസിനസ് ഇന്റലിജൻസ് ആണ്. ഒറാക്കിൾ ബിസിനസ് ഇന്റലിജൻസ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് മെഷീൻ ലേണിംഗ് ആൻഡ് ഡാറ്റ വിസുവലൈസേഷൻ ഫോർ നേറ്റീവ് ആസ് വെൽ ആസ് എക്സ്പെർട്ട് യൂസേഴ്സ്. എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ്. അതായത് ഓപ്പൺ സോഴ്സ് ആണ്. ഇന്ററാക്റ്റീവ് ഡാറ്റ വിഷ്വലൈസേഷൻ. ഇറ്റ് ഓഫേഴ്സ് ഇന്ററാക്റ്റീവ് ഡാറ്റ എക്സ്പ്ലോറേഷൻ for rapid qualitative analysis with the clean visualization. Orange supports a hands-on training and visual illustration of the concept of data science. It offers an extensive range of add-ons on data mining from external data sources. അതായത് എക്സ്റ്റേണൽ ഡാറ്റാബേസുകളിൽ നിന്നുള്ള ഡാറ്റ മൈനിങ്ങിലേക്ക് ആഡ്-ഓൺസ് പ്രൊവൈഡ് ചെയ്യും. അതായത് കൂടുതൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒറാക്കിൾ അത് സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നൈം, KNIME, നൈം. NIME is an open source software that creates for data science applications and services. ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. This data mining helps you to understand data and
to design data science and workflow. അതായത് helps to build the end-to-end data science workflows, blend data from many sources, allows you aggregate, sort and filter and join data either on your local machine in a database or distributed big data environments, machine learning models for classification of regression, dimension reduction. NIME എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഡാറ്റാ സയൻസ് ആപ്ലിക്കേഷനിലും സർവീസസുകളിലും, ഡാറ്റാ സയൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ആപ്ലിക്കേഷൻസിലും സർവീസസുകളിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് NIME. അതായത് ദിസ് ഡാറ്റ മൈനിങ് ഹെൽപ്സ് യു പ്രൊവൈഡ് ഡാറ്റ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ഡയമെൻഷൻ റിഡക്ഷൻ, ബിഗ് ഡാറ്റ അനലൈസിസ്, ഫിൽട്ടർ, സോർട്ട്, അഗ്രിഗേറ്റ്, ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് NIME എന്ന് നോക്കുക. നെക്സ്റ്റ് Tanagra is a free to use data mining tools for studying and research purpose. അപ്പൊ അത് എന്തെങ്കിലും നമുക്ക് പഠിക്കാനോ അല്ലെങ്കിൽ റിസർച്ചിനോ ഗവേഷണത്തിനോ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു മൈനിങ് ടൂൾ ആണ്. ഇറ്റ് ഓഫേഴ്സ് വേരിയസ് ഡാറ്റ മൈനിങ് മെത്തേഡ്സ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ ലേണിംഗ്, ഡാറ്റ അനലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റിസർച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, ഡാറ്റ മൈനിങ് ടൂൾസ്. നെക്സ്റ്റ് വൺ പറഞ്ഞാൽ ഡാറ്റ മെൽറ്റ്. Data Melt is a free to use tool for numeric computation, mathematics and data analysis and data visualization. അതായത് ന്യൂമറിക് കമ്പ്യൂട്ടേഷനും മാത്തമാറ്റിക്സിനും ഒക്കെയാണ് നമുക്ക് ഡാറ്റ മെൽറ്റ് എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പൈത്തൺ, റൂബി, ഗ്രൂവി വിത്ത് ദി പവർ ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് ജാവ പാക്കേജസ്. അതായത് 100 കണക്കിന് ജാവ പാക്കേജുകളുടെ പവർ ഉള്ള പൈത്തണോ, റൂബിയോ, ഗ്രൂവിയോ തുടങ്ങിയ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളിൽ ഡാറ്റ മെൽറ്റ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ELKI. എന്റെയൊക്കെ സിമ്പിൾ എന്ന് നോക്കിക്കേ, ഒരു ഷേപ്പ് കണ്ടില്ലേ അല്ലേ, എന്തോ ജീവി ഇരിക്കുന്നതാണ് നമുക്ക് തോന്നും. ELKI is an ഓപ്പൺ സോഴ്സ് ഡാറ്റ മൈനിങ് ടൂൾ റിട്ടേൺ ഇൻ ജാവയിൽ ഡെവലപ്പ് ചെയ്തൊരു ടൂളാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം തന്നെ ഓപ്പൺ സോഴ്സ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എന്താ ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാല്? What do you mean by open source? നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ് അല്ലേ, അതായത് അതൊരിക്കലും ഒരു ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ആയി അല്ല. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോൾ ഫ്രീലി അവൈലബിൾ ആണ്. നമുക്ക് അതിന്റെ കോഡുകൾ, ദാറ്റ് മീൻസ് കോഡ്, അതിന്റെ സോഴ്സ് കോഡ് ഫ്രീലി അവൈലബിൾ ആണ് നെറ്റില്. ആർക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. സോ വിൻഡോസ് എന്ന് പറയുന്ന OS ഒരിക്കലും ഒരു ഓപ്പൺ സോഴ്സ് അല്ല, അതൊരു ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ ആണ് നമുക്കറിയാം. അതായത് അതിന്റെ കോഡ് അവൈലബിൾ അല്ല, അത് മൈക്രോസോഫ്റ്റിന് മാത്രം കോപ്പിറൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതിന് എന്ന് പറയാൻ ഓപ്പൺ സോഴ്സ് പറയുമ്പോൾ കോപ്പിറൈറ്റ് ഇല്ല, ആർക്ക് വേണേലും സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അറിയാവുന്ന ഡെവലപ്പേഴ്സ് ആണെങ്കിൽ അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഏതായിരിക്കും ഓപ്പൺ. അതുപോലെ നമുക്ക് ഫ്രീലി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി, നെറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി ഈ ഒരു സോഫ്റ്റ്വെയറിലെല്ലാം തന്നെ. പക്ഷെ നമുക്ക് ആ പണ്ട് ലൈസൻസ്ഡ് ആണെങ്കിൽ അങ്ങനെയാണ്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടേ. MS ഓഫീസ് ഒക്കെ നമുക്ക് നേരത്തെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ എങ്ങനെയാ, ലൈസൻസ് സോഫ്റ്റ്വെയർ വാങ്ങിക്കണം. പക്ഷെ ഇന്നിപ്പോ നമ്മൾ ലിബ്രെ ഓഫീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലൈസൻസ് സോഫ്റ്റ്വെയർ വാങ്ങിക്കേണ്ട ആവശ്യമേ ഇല്ല. വിൻഡോസിൽ പോലും ലിബ്രെ ഓഫീസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പൊ ELKI എന്ന് പറയുന്നതും ജാവയിൽ ഡെവലപ്പ് ചെയ്തിരുന്നതാണ്. ദിസ് ടൂൾ അലൗസ് us researching algorithms with an emphasis on unsupervised methods in cluster analysis and outlier detection. അതായത് ക്ലസ്റ്റർ അനലൈസിസിനും ഔട്ട്ലെയർ ഡിറ്റക്ഷനും മേൽനോട്ടമില്ലാത്ത രീതികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് അൽഗോരിതംസ് റിസർച്ച് ചെയ്യാൻ ഈ ടൂൾ യൂസ് ചെയ്യാം. ക്ലസ്റ്റർ അനലൈസിസിനും ഔട്ട്ലെയർ ഡിറ്റക്ഷനും നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. എന്താണ് ക്ലസ്റ്റർ അനലൈസിസ് അല്ലെ എന്താണ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കും. ഇപ്പൊ അവിടെ നിന്ന് അത്രയും നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ELKI offers an extensive collection of highly parameterizable algorithms. അതായത് ഹാർഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന്റെ ഒക്കെ നമുക്ക് എക്സാക്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഇറ്റ് അലൗസ് ഈസി ആൻഡ് ഫെയർ ഇവാലുവേഷൻ ആൻഡ് ബെഞ്ച് മാർക്കിംഗ് ഓഫ് അൽഗോരിതംസ്. അതായത് ബെഞ്ച് മാർക്കിംഗ് ഓഫ് അൽഗോരിതംസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ക്രൂഷ്യൽ സ്റ്റെപ്സ് ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നിങ്ങൾ എനിക്കൊന്ന് 4th സെമസ്റ്ററിലൊക്കെ പഠിക്കുന്നു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അതില് ഇങ്ങനെ ബെഞ്ച് മാർക്ക് അൽഗോരിതംസ് പഠിക്കുക, അതൊരു ക്രൂഷ്യൽ സ്റ്റെപ്സ് ആണ്. ഇറ്റ് അലൗസ് ടു മെഷർ ദി പെർഫോമൻസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് എ കോഡ്. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ടൂളാണ് ELKI. ELKI provides data index structures such as R-tree which enhance the process of data mining.
അതായത് ആർട്രി എന്ന് പറഞ്ഞ ഡേറ്റ ആവശ്യമുള്ളപ്പോൾ ഇൻസേർട്ട് ചെയ്യേണ്ടി വരാം. അതായത് ട്രീ ബേസ്ഡ്, അതായത് ഒബ്ജക്ട്സിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. അതായത് ഡേറ്റ ഒരു ട്രീ ഷേപ്പിൽ കാണും, അവിടെ നമുക്ക് ഒബ്ജക്റ്റിനെ ഫൈൻഡ് ചെയ്യാനോ ടെസ്റ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് വേണമെങ്കിൽ റീഇൻസേർട്ട് ചെയ്യാൻ പറ്റും ഇടയ്ക്കോട്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രക്ചർ ആയിരിക്കും എൽക്കി പ്രൊവൈഡ് ചെയ്ത് തരുന്നതെന്ന്. അപ്പൊ എൽക്കി കഴിഞ്ഞു. നെക്സ്റ്റ് SPMF അസൈൻമെന്റ് ഹെൽപ്പ്. അതും ഒരു ഓപ്പൺ സോഴ്സ് ഡാറ്റ ലൈബ്രറി, റിട്ടൺ ഇൻ ജാവയിൽ എഴുതിയേക്കുന്നതാണ്. ഇറ്റ് ഇന്റഗ്രേറ്റ് സോഴ്സ് കോഡ് വിത്ത് അതർ സോഫ്റ്റ്വെയർ ജാവ കോഡ്. പിന്നെ ഓൾട്രിക്സ് എന്ന് പറയുന്നത് Alteryx is a business intelligence and analytical solution for enterprises. It's specially designed tool for data analytics and business leaders. Business leadersനും ഡാറ്റ അനലിറ്റിക്സിനും പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഒരു ടൂളാണ് ഓൾട്രിക്സ്. അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അനലിറ്റിക്സ് ഫോർ മിഡ് സൈസ് ബിസിനസ്, ഇടത്തരം ബിസിനസ്സിനോട് അനലിസിസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇറ്റ് യൂസ് അഡ്ഹോക് അനലൈസിസ് അത് അലോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അഡ്ഹോക് അനലൈസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിസിനസ് ഇന്റലിജന്റ് പ്രോസസ് ദാറ്റ് യൂസിങ് ഡേറ്റ ടു ആൻസർ സ്പെസിഫിക് ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻസ്. അത് അഡ്ഹോക് അനലൈസിസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോഴേ ആൻസർ നമുക്ക് ഇങ്ങനെ കിട്ടണം. അതിനുള്ള ടൂളുകളാണ് അഡ്ഹോക്. പിന്നെ ഓഫേഴ്സ് ഫാസ്റ്റ് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിംഗ്, അതായത് ഒലാപ്പ് ഓൾട്രിക്സിൽ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഓട്ടോമാറ്റിക് ഷെഡ്യൂൾഡ് റിപ്പോർട്ടിംഗ്, നമുക്ക് അങ്ങനെ റിപ്പോർട്ടിംഗ് ജനറേറ്റ് ചെയ്താൻ പറ്റും. പിന്നെ ഹൈലി കസ്റ്റമൈസ്ഡ് ഡാഷ്ബോർഡ്. ഒക്കെ ഇപ്പോഴല്ലേ നമ്മളിങ്ങനെ ഓരോ വെബ് പേജുകളൊക്കെ എടുത്ത് നമ്മളൊരു യൂസറായിട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് ഡാഷ്ബോർഡ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 5-6 വർഷമായി. നേരത്തെ ഒന്നും അങ്ങനെ ഡാഷ്ബോർഡ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പൊ ഇത് നല്ലൊരു ഡാഷ്ബോർഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്റർപ്രൈസ് മൈനർ ഇസ് എ സാസ് സോഫ്റ്റ്വെയർ, സാസിന്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്, which offers you to cutting-edge algorithms designed to help you solve the most significant challenges and offers the best solution for business. അതായത് കട്ടിംഗ് എഡ്ജ് അൽഗോരിതംസ് യൂസ് ചെയ്താണ് ഈ എന്റർപ്രൈസ് മൈനർ വർക്ക് ചെയ്യുന്നത്. അതായത് കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ അവിടെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾ ടെക്നിക് ആണ്. അതായത് ക്ലസ്റ്ററിനെ ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് കൂട്ടം ഏതാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് വന്നപ്പോൾ അതിന്റെ ഗ്രൂപ്പ് ഓഫ് കണക്ഷൻസ് എഴുതി വന്നു, അതിനെ കണ്ടുപിടിച്ചുകൊണ്ട് നോക്കാൻ പറ്റിയ അഡ്വാൻസ്ഡ് ടൂളാണ് എന്റർപ്രൈസ് മൈനർ യൂസ് ചെയ്യുന്നത്. ഇതിന് നമുക്ക് പ്രൊഡക്ഷൻ ആക്യുറസി കൂടുതലാണ്, നമുക്ക് പ്രവചിക്കാൻ പറ്റുമെന്ന്. അതായത് പിന്നെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആയിരിക്കും, ബാച്ച് പ്രോസസ്സിംഗ് ആണ് നടക്കുന്നത്, പ്രൊഡക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് മോഡലിംഗ്, ഓട്ടോമേറ്റഡ് സ്കോറിംഗ്, ഡിപ്ലോയ്മെന്റ് സ്കോറിംഗ് ഒക്കെ ഓട്ടോമേറ്റഡ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ഡേറ്റ വാച്ച് desktop is a data mining and business intelligence solutions. It allows us to focus on real-time data visualization. Real-time visualization നമുക്ക് കാണാൻ പറ്റിയ തരത്തിലുള്ള ഒരു ബിസിനസ് ഇന്റലിജന്റ് ടൂൾ ആണ് ഡാറ്റ വാച്ച്. It offers tools to build and deploy their monitoring and analysis system without the need to write a single line of code. Example, drag and drop features allow the users to build a customized view of data. അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഡാറ്റയെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഡാറ്റയുടെ ഇഷ്ടമാണ് നമുക്ക് അതിന് വ്യൂ കൊടുക്കാൻ പറ്റും. ഐഡന്റിഫൈ ട്രേഡിംഗ് അനോമലീസ്, നമുക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയാൻ പറ്റും. അനലൈസ് ഹൗ ഓൾട്ടർനേറ്റീവ് സിനാരിയോ വിൽ അഫക്ട് പെർഫോമൻസ് യൂസിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ നമുക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് ഡാറ്റ വാച്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് മൈനർ. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഇത് ചെയ്യാം. ഈ മഴയുടെ പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് കണക്ഷൻസ് എപ്പോഴും മാറി പോകുന്നുണ്ടേ, അതാണ്.
നെക്സ്റ്റ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ഏതായിരുന്നു? ഡാറ്റ വാച്ച്. ദെൻ അഡ്വാൻസ്ഡ് മൈനർ. An advanced miner is a useful tool for data processing, analysis, and modeling. It's user-friendly workflow interfaces with it to explore various types of data. അതായത് ഒരു ഡാറ്റ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന, അനലൈസിസിങ്ങിനും മോഡലിനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അഡ്വാൻസ്ഡ് ടൂളാണ് അഡ്വാൻസ്ഡ് മൈനർ എന്ന് പറയുന്നത്. അതായത് എക്സ്ട്രാക്ടിങ് ആൻഡ് സേവിങ് ഡാറ്റ ഫ്രം ടു ഡിഫറെന്റ് ഡാറ്റാബേസ് സിസ്റ്റംസ്, ഫയൽസ് ആൻഡ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ. Offers various operations like data sampling, joining, data set, etc. Helps to build statistical modeling, variable important analysis, clustering analysis, etc. Easy and effective model of integration with external IT applications. ഇതെല്ലാം അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. നമുക്ക് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പല ഡാറ്റാബേസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലോ ഡാറ്റ എന്ത് വേണം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ ഡാറ്റ സാമ്പിളിങ്ങോ ജോയിനിങ്ങോ ഡാറ്റാബേസസ് ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ അനലൈസ് ചെയ്യാനും മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും അല്ലെ വേറെ IT ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഏത് അഡ്വാൻസ്ഡ് മൈനർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് അനലിറ്റിക് സോൾവർ. അനലിറ്റിക് സോൾവർ എന്ന് പറഞ്ഞാൽ ഈസ് എ ഫ്രീ യൂസ് ടു പോയിന്റ് ആൻഡ് ക്ലിക്ക് ടൂള്. ഇറ്റ് അലൗസ് us to do risk analysis and prescriptive analysis in your browser. It offers full power data mining job. അതായത് നമുക്കിപ്പം ഒരു പോയിന്റ് ആൻഡ് ക്ലിക്ക് ടൂൾ എന്ന് പറയാൻ പറ്റും അതിനെ. എന്ന് പറഞ്ഞാൽ ഇതൊരു റിസ്ക് അനലൈസിസിന്, അതായത് ഒരു ബിസിനസ്സിനുള്ള റിസ്കിനെ വിലയിരുത്താൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ടൂളാണ്, അല്ലെ കണ്ടുപിടിക്കാൻ പറ്റിയ സോഫ്റ്റ്വെയർ ആണ് അനലിറ്റിക് സോൾവർ. റിസ്ക് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ റിസ്ക് എന്തെങ്കിലും ആ ബിസിനസ് വരാനുണ്ടോ, അതായത് അപകട സാധ്യത എന്തെങ്കിലും വരാനുണ്ടോ എന്നതിനെയൊക്കെ ഒന്ന് വിലയിരുത്താൻ പറ്റും. പിന്നെ പ്രിസ്ക്രിപ്റ്റീവ് അനലൈസിസ്, അതായത് അപകട സാധ്യത ലഘൂകരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഡേറ്റ ഉണ്ടോ എന്നും ഒക്കെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന്. ഹെൽപ്സ് ടു, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഹെൽപ്സ് ടു ഇൻകോർപ്പറേറ്റ് അൺസർട്ടനിറ്റി ആൻഡ് സോൾവ് വിത്ത് സിമുലേഷൻ ഒപ്റ്റിമൈസേഷൻ, സ്റ്റോഹാസ്റ്റിക് പ്രോഗ്രാമിംഗ് ആൻഡ് റോബസ്റ്റ് ഒപ്റ്റിമൈസേഷൻ. അതായത് നമുക്ക് ഇതിനെയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് സിമുലേഷനും ഒപ്റ്റിമൈസേഷനും റോബസ്റ്റ് ഒപ്റ്റിമൈസേഷനും ഒക്കെ നടത്താൻ പറ്റും. പിന്നെ അലോസ് us to define a Monte Carlo simulation model using എക്സൽ ഫോർമുല. എക്സൽ ഫോർമുല യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു മോണ്ടി കാർലോ സിമുലേഷൻ ഡിഫൈൻ ചെയ്യാന്ന്. അതായത് എന്ന് പറഞ്ഞാൽ സിമുലേഷൻ എന്ന് പറയാൻ നമുക്കറിയില്ല, സിമുലേറ്റർ ഒക്കെ യൂസ് ചെയ്യുന്ന അറിയാം. അതായത് എന്ന് വെച്ചാൽ മാത്തമെറ്റിക്കൽ ടെക്നിക്കായി മോണ്ടി കാർലോ ദാറ്റ് പ്രെഡിക്ട്സ് പോസിബിൾ ഔട്ട്കംസ് ആൻഡ് അൺസർട്ടൻ ഇവന്റ്. അതായത് നമുക്ക് ഇത്ര മാത്രം ഒരു ഔട്ട്കം കിട്ടുമോ എന്ന് പ്രവചിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു, അതുപോലെ അനലൈസ് ചെയ്യാനും, അതായത് അപകട സാധ്യത ഉണ്ടെന്ന് നോക്കി കഴിയുമ്പോൾ അപകട സാധ്യത ഇല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കത്തില്ല ഈ ഒരു ബിസിനസ് കൊണ്ട് നമുക്ക് ഇത്രമാത്രം ഡേറ്റ ലാഭിക്കാൻ ഇത്രമാത്രം ഔട്ട്കം കിട്ടും എന്നുള്ളത്. അങ്ങനെയൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനൊക്കെ ഈ ടൂൾ കൊണ്ട് പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ പോളി അനലിസ്റ്റ്. Poly analysis is a data mining and analytical tool for extracting actionable knowledge hidden and actual structured of the data. അതായത് ഒരു അനലിറ്റിക്കൽ ടൂൾ ആണ് for extracting actionable knowledge hidden and actual structured of data. Helps to access from various sources and merge data from different sources. അതായത് പല സോഴ്സിൽ നിന്നും അതുപോലെ മെർജ് ചെയ്തൊക്കെ ഡേറ്റ എടുക്കാൻ പറ്റി പോളി അനലിസ്റ്റ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനിങ്ങിനും മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ ആയിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സിവിക്സ്. സിവിക്സ് ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സിവിക്സ് ഈസ് എ ഡിസിഷൻ വിത്ത് ഡേറ്റ സയന്റിസ്റ്റ് ആൻഡ് ഡിസിഷൻ മാർക്കറ്റ് ഇൻ മൈൻഡ്. അതായത് ഇറ്റ് അലോസ് യൂസർ ടീം ടു കൊളാബറേറ്റ് എഫിഷ്യൻലി ആൻഡ് ടു ഫൈൻഡ് സൊല്യൂഷൻസ് ഫാസ്റ്റർ. എന്ന് പറഞ്ഞാൽ ഡേറ്റ അനലിസ്റ്റിനെയും അതുപോലെ ഡിസിഷൻ മാർക്കറ്റിനെയും മനസ്സിൽ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഡിസിഷൻ എടുക്കാൻ നമ്മളെ പ്രാപ്തരാക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ്വെയർ ആണ് സിവിക്സ്. നമുക്ക് ആ ഡേറ്റ അനലിസ്റ്റിനെ നോക്കുന്ന ഡിസിഷൻ മാർക്കറ്റിനെ നോക്കണം. അപ്പൊ നമുക്ക് കാര്യക്ഷമമായിട്ട് സഹകരിക്കാനും വേഗത്തിൽ സൊല്യൂഷൻസ് കണ്ടെത്താനും ഒരു ടീമിനെ സഹായിക്കാൻ സിവിക്സ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും. Offers architecture, products, process which helps to protect your data. പിന്നെ ഡിസ്കവറി, ലാസ്റ്റ് വൺ ഡിസ്കവറി ഈസ് എ വർക്ക്ഫ്ലോ ഓറിയന്റഡ് സോഫ്റ്റ്വെയർ സ്യൂട്ട്.
workflow oriented software suite. It is based on self-organizing maps and multivariate statistics for explorative data mining and predictive modeling. അതായത് പ്രൊഡക്റ്റീവ് മോഡലിങ്ങിനും പ്രവചിക്കാനും ഡാറ്റ മൈനിങ്ങിനും ഒക്കെ സെൽഫ് ഓർഗനൈസേഷൻ മാപ്പുകളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വർക്ക് ഫ്ലോ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സ്യൂട്ടാണ് ഡിസ്കവറി. അപ്പൊ നമ്മളിങ്ങനെ കുറെ 25 ടൂളുകളാണ്, നമ്പറിങ് തെറ്റിയിട്ടുണ്ട്, 25 ഇല്ല. അത്രയും ടൂളുകൾ എന്തിന് യൂസ് ചെയ്യുന്നതാണ്? ഡേറ്റ മൈനിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂളുകളാണ്. ഓറഞ്ച് തൊട്ട് സാസ് പറഞ്ഞു, റാറ്റില്, റാപ്പിഡ് മൈനർ, ലാസ്റ്റ് വൺ നമ്മൾ ഡിസ്കവറി വന്നിക്കുക. അപ്പൊ ഇത്രയും ടൂളുകൾ പഠിച്ചതിനകത്ത് നിങ്ങളൊരു 10 ടൂളെങ്കിലും പഠിച്ചു വെക്കണം. നമുക്കൊന്നെങ്കിൽ ഡിഫറൻസോ അല്ലെങ്കിൽ ഡാറ്റ മൈനിങ് ടൂൾസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ അത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് 7.8 ആപ്ലിക്കേഷൻസ് ഓഫ് ഡാറ്റ മൈനിങ് കൊടുത്തിട്ടൊന്നും കൊടുത്തിട്ടില്ല, അതിന്റെ ആപ്ലിക്കേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. 7.9 ഡാറ്റ മൈനിങ് ഇഷ്യൂസ്. എന്തൊക്കെയായിരിക്കാം ഡാറ്റ മൈനിങ് ഇഷ്യൂസ് എന്ന് പറയുന്നത്? അതായത് അതുകൊണ്ട് ആ ചാപ്റ്റർ തീരുവ. ഇപ്പൊ ഡാറ്റ മൈനിങ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് റെഫേഴ്സ് ദി ഫോളോയിങ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്. ആ ഇഷ്യൂസ് നമുക്ക് നോക്കാം. മൈനിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജ് ഇൻ ഡാറ്റാബേസ്. ഡാറ്റാബേസ് അതായത് ഡിഫറെന്റ് യൂസേഴ്സ് മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജ്. Therefore, it is necessary for data mining to recover a broad range of knowledge discovery task. അതായത് നമ്മൾ ഓർക്കാം, നമ്മളിപ്പോ ഒരേ സ്വഭാവക്കാരല്ലല്ലോ എല്ലാ അല്ലെ, ഒരു ഡിഫറെന്റ് യൂസേഴ്സ് മേ ഇൻട്രസ്റ്റഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജ്. ഓരോരുത്തർക്കും ഇപ്പൊ എന്റെ നോളജ് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് എല്ലാം അടുത്തിരിക്കുന്ന ആൾക്ക് അല്ലെ, ഓരോരുത്തർക്കും ഓരോ നോളജിലായിരിക്കും ഡാറ്റ പോകുന്നത്. അപ്പൊ നമ്മൾ മൈനിങ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജ് ഇൻ എ ഡാറ്റാബേസ്. അപ്പൊ അതുപോലെ ഡാറ്റാബേസിൽ വരുന്ന ഡാറ്റകളുടെ ആ ഒരു ഡിഫറെന്റ് കൈൻഡ്സുകൾ ഏതാന്ന് അതൊരു ഇഷ്യൂ വരും. പിന്നെയുള്ളത് സെക്കൻഡ് വൺ പറയുന്നത് ഇന്ററാക്റ്റീവ് മൈനിങ് ഓഫ് നോളജ് ഇൻ അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. അതായത് ഡാറ്റ മൈനിങ് പ്രോസസ് നീഡ്സ് ടു ഇന്ററാക്റ്റീവ്. ഡാറ്റ മൈനിങ് പ്രോസസ് ഇന്ററാക്റ്റീവ് ആയിരിക്കണം, അതൊരു ഇഷ്യൂ ആണ്. ബിക്കോസ് ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു ഫോക്കസ് സെർച്ചിങ് ഫോർ പാറ്റേൺസ്, പ്രൊവൈഡിങ് ആൻഡ് റിഫൈനിങ് ഡാറ്റ മൈനിങ് റിക്വസ്റ്റസ് ബേസ്ഡ് ഓൺ റിട്ടേൺ റിസൾട്ട്. നെക്സ്റ്റ് ഇൻകോർപ്പറേഷൻ ഓഫ് ബാക്ക്ഗ്രൗണ്ട് നോളജ്, അതൊരു ഇഷ്യൂ ആണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് നോളജ് ക്യാൻ ബി യൂസ്ഡ്. ബാക്ക്ഗ്രൗണ്ട് നോളജ് മേ ബി യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ഡിസ്കവർ ഓഫ് പാറ്റേൺസ് നോട്ട് ഓൺലി ടു കൺസൈസ് ടേംസ് ബട്ട് multiple levels of abstraction. ഡാറ്റ മൈനിങ് കൊറി ലാംഗ്വേജ് ആൻഡ് അഡ്ഹോക് ഡാറ്റ മൈനിങ് ഇഷ്യൂസ് ആണ്. അതായത് കൊറി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ that allow user to describe an ad hoc mining task should be integrated with a data warehouse query language and optimized for efficient and flexible data mining. അതായത് ad hoc mining task എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒറ്റ തവണ ചോദ്യങ്ങൾക്കുള്ള നിർദ്ദിഷ്ട ഉത്തരങ്ങൾ കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അതൊരു നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് പറഞ്ഞത് ad hoc പ്രോസസ് അവിടെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ അത് തന്നെയാ പറയുന്നത്, അതൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ പ്രസന്റേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ഓഫ് ഡാറ്റ മൈനിങ് റിസൾട്ട്, അതായത് അത് ഹൈ ലെവൽ ലാംഗ്വേജിലാണോ വിഷ്വൽ ചെയ്യുന്നത്, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമോ യൂസറിന്, അപ്പൊ അതൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഹാൻഡ്ലിങ് നോയ്സി ഓർ ഇൻകംപ്ലീറ്റ് ഡാറ്റ, അതായത് പൂർണ്ണമല്ലാത്ത ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നത് ഡാറ്റ മൈനിങ് ടൂൾസിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അതുപോലെ പാറ്റേൺ ഇവാലുവേഷൻ, ഈ പാറ്റേണിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പാറ്റേൺ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ക്ലസ്റ്റർ വരും, അതൊരു കൂട്ടം വരുന്നത്. അതായത് ഒരു ഐറ്റം തന്നെ വിപണിയിൽ അങ്ങ് വിറ്റഴിഞ്ഞ് പോവുകയാണെങ്കിൽ അതൊരു ക്ലസ്റ്ററാണ്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ എന്താണ് അതിന്റെ ഒരു ഇഷ്യൂസ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ പെർഫോമൻസ് ഇഷ്യൂസ് ഉണ്ട്, അതായത് എഫിഷ്യൻസി, സ്കെയിലബിലിറ്റി ഓഫ് ഡാറ്റ മൈനിങ് അൽഗോരിതംസ്, പാരലൽ ഡിസ്ട്രിബ്യൂട്ടർ, ഇൻക്രിമെന്റൽ മൈനിങ് അൽഗോരിതംസ്, അതൊക്കെ എന്താ എന്റെ പെർഫോമിംഗ് ഇഷ്യൂസ് ആയിട്ട് പറയുന്നത്. പിന്നെ ഡൈവേഴ്സ് ഡാറ്റ ടൈപ്സ് ഇഷ്യൂസ്, ഹാൻഡ്ലിംഗ് ഓഫ് റിലേഷൻ ആൻഡ് കോംപ്ലക്സ് ടൈപ്സ് ഓഫ് ഡാറ്റ, മൈനിങ് ഇൻഫോർമേഷൻ ഫ്രം ഹെട്രോജീനസ് ഡാറ്റാബേസ് ആൻഡ് ഗ്ലോബൽ ഇൻഫോർമേഷൻ. നമ്മളിപ്പോ പറയും ഓരോ റൂളും യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെട്രോജീനസ് ഡാറ്റാബേസിന് ഡാറ്റ എടുക്കാം, മൈൻ ചെയ്യാൻ പറ്റും, അതിനുള്ള ടൂളാണ് ഇത്. അല്ലെ കോംപ്ലക്സ് റിലേഷൻ ഡാറ്റ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഓരോ സോഫ്റ്റ്വെയർ, ഞാനിപ്പോ ഓരോ സോഫ്റ്റ്വെയർ പറയുമ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് ഡൈവേഴ്സ് ഡാറ്റ ടൈപ്സ് ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ടാണ് ഡാറ്റ മൈനിങ് കാണുന്നത്. എടുക്കാൻ പറ്റിയ ടൂളുകളുണ്ട്,
പക്ഷെ ആ ടൂളുകൾ യൂസ് ചെയ്ത് അനലിസ്റ്റ് അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഇഷ്യൂ ആയിട്ടാണ് പറയുന്നത് എന്നുള്ളത്. അപ്പൊ അത്രയും കാര്യങ്ങളുള്ള ആ ചാപ്റ്ററിൽ. അപ്പൊ യൂണിറ്റ് 7-നകത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഡേറ്റ മൈനിങ്, ഡേറ്റ വെയർഹൗസ് തമ്മിൽ ഡിഫറൻസും പഠിച്ചു നോക്കുക. ദെൻ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന 25 ടൂള് പറഞ്ഞു, അതിനകത്ത് ഒരു 10 ടൂളെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക പേരുകൾ. എന്നിട്ട് അത് ഓപ്പൺ സോഴ്സ് ആണോ, അതിനകത്ത് എന്താണ് കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ പെർഫോമൻസ് അല്ലെ ഫംഗ്ഷൻ എന്തായിരിക്കും എന്നുള്ളതും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് യൂണിറ്റ് 8 ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്. എന്താണ് പ്രീ പ്രോസസ്സിംഗ്? പ്രോസസ്സിംഗ് എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോസസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കുക അല്ലെ, അതാണ് പ്രീ പ്രോസസ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ്. അതായത് ഒരു ഡേറ്റാ സെറ്റിൽ നമ്മൾ ഇൻകംപ്ലീറ്റ് അല്ലെ ഇൻആക്കുറേറ്റ് അല്ലെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡേറ്റയെ ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുകയോ അല്ലെ അവയെ നമ്മൾ മോഡിഫൈ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ആ പ്രോസസ്സിന് നമുക്ക് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയാൻ പറ്റും. ഒരു ഡേറ്റ സെറ്റിൽ നിന്നും ഇൻകംപ്ലീറ്റ് അല്ലെ ഇൻആക്കുറേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റകളെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് റിമൂവ് ചെയ്യുകയോ അല്ലെ നമ്മൾ അവിടെ അതിനെ മോഡിഫൈ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യുന്നത് നമ്മൾ ഡേറ്റ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പം പ്രീ പ്രോസസ്സിംഗ് നെസസിറ്റി, അപ്പൊ പ്രീ പ്രോസസ്സിംഗിന്റെ ആവശ്യകത എന്താന്നാ പറയുന്നത്? അത് ആ ഫസ്റ്റ് പേജ് തന്നെ കിടപ്പുണ്ട്, നോക്കാം. അൺഫിനിഷ്ഡ് ഡേറ്റ ക്യാൻ അറൈസ് ഫോർ എ നമ്പർ ഓഫ് റീസൺസ്. അതായത് ഫിനിഷിംഗ് അല്ലാത്ത ഡേറ്റ വരുന്നതിന് പല പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാന്ന് നോക്കാം, 6 പോയിന്റ്സ് നോക്കാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ആട്രിബ്യൂട്ട്സ് കനോട്ട് ഓൾവേസ് ബി യൂസ്ഫുൾ. അതായത് നമുക്ക് ചിലപ്പം എല്ലാ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സുകളും ഉപയോഗിക്കാൻ പറ്റാതെ വരാം. ആട്രിബ്യൂട്ട്സ് പറഞ്ഞാൽ ഫീൽഡ് നെയിംസ് ഒക്കെയാണെന്ന് അറിയാലോ. അപ്പൊ എല്ലാ പ്രധാനപ്പെട്ട ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരാം. പിന്നെ വാലിഡ് ഡേറ്റ കനോട്ട് ബി റെക്കോർഡ് ബിക്കോസ് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡ് ഓർ എക്വിപ്മെന്റ് ഫെയിലർ. നമുക്ക് ചിലപ്പോൾ ചില വാലിഡ് ആയിട്ടുള്ള ഡേറ്റ ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റാതെ വരിക. അതായത് അന്നേരം നമുക്ക് ഒന്നെങ്കിൽ അത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് തന്നെ ഫെയിലർ ആയി പോകാം. അപ്പൊ നമുക്ക് പ്രീ പ്രോസസ് ചെയ്യേണ്ടി വരുമല്ലോ. പിന്നെ ഡേറ്റ ദാറ്റ് ഡിസ്പ്യൂട്ടഡ് അതർ റെക്കോർഡഡ് ഡേറ്റ ഷുഡ് ബി ഹാവ് ബീൻ ഡിസ്കാർഡഡ്. റെക്കോർഡ് ചെയ്ത് മറ്റു ഡേറ്റയെ താർക്കുന്ന ഡേറ്റയെ നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് വിടുക. പിന്നെ ഡേറ്റ കളക്ഷൻ ടെക്നിക്സ് മേ ബി അൺറിലയബിൾ. ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്ന ടെക്നിക്സുകൾ നമുക്ക് റീലബിൾ അല്ലാതെ വരിക, വിശ്വസിക്കാൻ പറ്റാതെ വരിക. ഓൾ അറ്റ് ദി മൊമെന്റ് ഓഫ് ഡേറ്റ എൻട്രി ഹ്യൂമൻ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് മേ ബി എക്സിസ്റ്റഡ്. നമ്മൾ ഈ ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ, നമുക്ക് എപ്പോൾ വേണേലും ഡേറ്റ നമുക്ക് കൊടുക്കുന്ന തെറ്റിപ്പോലോ, അങ്ങനെ വരാം. ഡേറ്റ പ്രീ പ്രോസസിംഗ് ഫെയിലേഴ്സ് ക്യാൻ ഓൾസോ ഓക്കർ. അതായത് ഡേറ്റ പ്രോസസ്സിംഗിനകത്ത് ഫെയിലർ വന്നാലും ഡേറ്റ പ്രീ പ്രോസസ് ചെയ്യാം എന്നും പറഞ്ഞാണ് അതിന്റെ കുറെ ആവശ്യകതയെ കുറിച്ച് പറയുന്നത്. ബാക്കി വായിക്കുക. നെക്സ്റ്റ് നമുക്ക് ഡേറ്റ ക്ലീനിങ്ങിലോട്ട് പോകാം. ഡേറ്റ പ്രീ പ്രോസസ് ചെയ്യുമ്പോൾ എന്താണ് ഡേറ്റ ക്ലീനിങ് എന്ന് നമുക്ക് നോക്കാം. ഡേറ്റ ക്ലീൻ ചെയ്യുന്ന ഡേറ്റ ക്ലീനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കി പറയാൻ പറ്റും, എന്ന് പറഞ്ഞാലും അങ്ങനല്ല. അതായത് the other problem is that finding in the modern world are inconsistent. The 8.1 heading ആണ് noisy and inexact. Software cleaning or data cleaning procedures are intended to complete missing values, smooth out sounds as outliers are identified and data errors are corrected. അതായത് ഇൻകറക്റ്റ് അല്ലെ ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇനാക്കുറേറ്റ് ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ റിമൂവ് ചെയ്ത് മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ഡേറ്റ ക്ലീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ കാണും, പിന്നെ തെറ്റായിട്ടുള്ള ഡേറ്റ കാണും. മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ അതിനെ ഇവിടെ തിരിച്ചുകൊണ്ട് റീപ്ലേസ് ചെയ്യിക്കണം. ഇനി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ അല്ലെ ഇൻകംപ്ലീറ്റ് ഡേറ്റ നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തായിരിക്കും മിസ്സിംഗ് ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ നോയ്സി ഡേറ്റ ഒക്കെ എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, മിസ്സിംഗ് വാല്യൂസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ശ്രദ്ധിച്ചിരുന്നു വേണം. എക്സാമ്പിൾ ഒക്കെ സഹിതം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും, ഒരു പാറ്റേൺ ഒക്കെ തന്നിട്ട് അതിൽ നിന്നും
ബിന്നിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞ, സ്മൂത്തനിങ് ഒക്കെ ചെയ്യാൻ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് വരും. അതായത് മിസ്സിംഗ് വാല്യൂസ്. സം ടപ്പിൾസ് ഹാവ് നോ സിഗ്നിഫിക്കൻസ് മെൻഷൻ ഫോർ എ റേഞ്ച് ഓഫ് ആട്രിബ്യൂട്ട്സ് such as consumer income. The following methods are മിസ്സിംഗ് വാല്യൂസ് ഓവർ എ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ, ഈ മിസ്സിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ചില ടപ്പിൾസ് മീൻസ് ചില റോസിൽ പ്രധാനമില്ലാത്ത ആട്രിബ്യൂട്ട്സുകൾ വരികയാണെങ്കിൽ, അതായത് ഇപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിള്, കൺസ്യൂമർ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടെന്ന് ഓർക്കുക. അവിടെ നമുക്ക് ഇൻകം എന്ന് പറയുന്നൊരു ആട്രിബ്യൂട്ട് വന്നിരിക്കുക. പക്ഷെ ഇൻകം എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് ആവശ്യമോടെ ഇല്ല കൺസ്യൂമർ എന്ന് പറയുന്ന ടേബിളിനകത്ത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ദി ഫോളോയിങ് മെത്തേഡ്സ് എക്സിക്യൂട്ട് മിസ്സിംഗ് വാല്യൂസ് ഓവർ എ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത്, ഇഗ്നോർ ദി ടപ്പിൾ. ആ ടപ്പിൾ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിടുക, അവോയ്ഡ് ചെയ്ത് വിടുക. ദിസ് ഈസ് യൂഷ്വലി ഡൺ ഇഫ് ദി ക്ലാസ് ലെവൽ ഈസ് മിസ്സിംഗ്. This solution is not quite good since the tuple contains several attributes with missing values. ഫസ്റ്റ് വൺ പറയുന്നതിന് ഇഗ്നോർ ചെയ്ത് വിടാനാ പറയുന്നത്. ഇഗ്നോർ ചെയ്ത് വിട്ടാൽ അതിനൊരു പ്രശ്നമുണ്ട്, അതിന് പല ആട്രിബ്യൂട്ട്സുകളും അപ്പൊ മിസ്സിംഗ് ആണോ നമുക്കായി പോകത്തില്ലേ. ഇറ്റ്സ് റിയലി അൺഫോർച്ചുനേറ്റ് സിൻസ് എന്താ ദി പെർസെന്റേജ് ഓഫ് വാല്യൂസ് മിസ്ഡ് ഫോർ വേരിയസ് ഗ്രേറ്റ്. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കത് മിസ്സിംഗ് വാല്യൂസ് ഒത്തിരി വന്നാൽ അതിന് പ്രശ്നങ്ങളാകും. പക്ഷെ അങ്ങനെ വന്നാൽ അതിനെ ഇഗ്നോർ ചെയ്ത് വിടാനാ പറയുന്നത്. പിന്നെ ഫിൽ ഇൻ ദി മിസ്സിംഗ് വാല്യൂസ് മാനുവലി. ദിസ് അപ്രോച്ച് ഈസ് ടൈം intensive and might not be feasible due to wide range of data with many missing values. ഇനി ഒത്തിരി മിസ്സിംഗ് വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ മിസ്സിംഗ് വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, വാല്യൂസ് ഇട്ട് കൊടുക്കണം. പക്ഷെ അത് അങ്ങനെ കൊടുക്കാൻ പോയാൽ അവിടെ സമയബന്ധിതമായിരിക്കും, ടൈം ഇന്റൻസീവ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് വേണേ അത്ര വളരെ ഫീസിബിൾ ആണോ നിർബന്ധമൊന്നുമില്ല. ഇനി യൂസിങ് എ ഗ്ലോബൽ കോൺസ്റ്റന്റ് ടു ഫിൽ ദി മിസ്സിംഗ് വാല്യൂസ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ടേബിളിൽ വന്നിട്ട് ടപ്പിൾ വന്ന് അവിടെ വാല്യൂസ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അൺനോൺ എന്ന വല്ലതും കൊടുക്കാം. അതിലൊരു സിമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ആൽഫ പോലത്തെ സിമ്പിൾ. റീപ്ലേസ് ഓൾ മിസ്സിംഗ് ആട്രിബ്യൂട്ട്സ് വിത്ത് സെയിം ഒരു കോൺസ്റ്റന്റ് അവിടെ കൊടുത്തു വെക്കുക, അൺനോൺ. അത് നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് അല്ലേ. പിന്നെ യൂസ് ദി attribute mean to fill missing value. അതായത് എന്താന്ന് വെച്ചാൽ മിസ്സിംഗ് വാല്യൂവിനെ പൂരിപ്പിക്കുന്നതിന് ശരാശരി ആട്രിബ്യൂട്ട് തന്നെ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അത് ലോസ് ഓഫ് റവന്യൂവിലോട്ട് പോകുന്നു. പിന്നെ യൂസ് ദി മീൻ ആട്രിബ്യൂട്ട് ഫോർ ഓൾ സാമ്പിൾസ് ബിലോങ് ടു ദി സെയിം ക്ലാസ് ആസ് ദി ഗിവൺ ടപ്പിൾ എന്ന് പറഞ്ഞാൽ, യൂസ് ദി മീൻ ആട്രിബ്യൂട്ട്, അതിന്റെ ഒരു തന്നിരിക്കുന്ന ടപ്പിൾസിലെ അതേ ക്ലാസ്സിൽ പെടുന്ന എല്ലാ സാമ്പിളുകൾക്കും ശരാശരി ആയിട്ടുള്ള ആട്രിബ്യൂട്ടുകൾ, മീൻ ആട്രിബ്യൂട്ടുകൾ നൽകിയിരിക്കുക. പിന്നെ യൂസ് ദി മോസ്റ്റ് ലൈക്ലി മീനിങ് ടു ഫിൽ ദി മിസ്സിംഗ് വാല്യൂ. അതായത് മിസ്സിംഗ് വാല്യൂസിനെ പൂരിപ്പിക്കുന്നതിന് മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള മീനിങ് യൂസ് ചെയ്യുക. ഇത്രയൊക്കെ നോക്കണമെന്ന്. മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ ഏതൊക്കെ മെത്തേഡ്സുകൾ യൂസ് ചെയ്യണം. മിസ്സിംഗ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറിയാലോ, നമുക്ക് എന്താ ചിലപ്പോൾ ഒരു ടേബിള്, ആ ടേബിളിൽ ഒരു റോയിൽ ഇങ്ങനെ കുറെ ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ ഫോം കയറി ചെയ്യാനൊരു ഇന്റർഫേസിൽ ഇരിക്കുവാണെങ്കിൽ, അവിടെ ഇപ്പൊ നമ്മള് ഇൻകം കൊടുക്കേണ്ടാത്ത ഒരു ആപ്ലിക്കേഷൻ ഫോം ആണെങ്കിൽ ഇൻകം എന്ന് പറഞ്ഞൊരു ഫീൽഡ് വന്നാൽ നമ്മളവിടെ കൊടുക്കുവോ? ഒരിക്കലും കൊടുക്കത്തില്ല. അപ്പൊ അവിടെ നമ്മൾ ബ്ലാങ്ക് ആയിട്ടിടും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് മിസ്സിംഗ് വാല്യൂസ് വരുന്നത്. അത് ആ ഡേറ്റാബേസിലോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അവിടെ മിസ്സിംഗ് വാല്യൂസ് വരും. അതിനാണ് അവിടെ വാലിഡിറ്റി കൊടുത്ത് വെക്കുന്നത്. വാലിഡേഷൻ കൊടുത്താൽ പിന്നെ നമുക്ക് അവിടെ സ്റ്റാർ മാർക്ക് ഉണ്ടെങ്കിൽ ആ ഫീൽഡ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫീൽഡുകളിൽ തന്നെ അൺനോൺ കൊടുക്കണം. അല്ലെ നമ്മളത് ശരാശരി ആട്രിബ്യൂട്ടുകൾ തന്നെ യൂസ് ചെയ്ത് വേണം ടേബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്. അല്ലെങ്കിൽ നമ്മൾ മിസ്സിംഗ് വാല്യൂസ് ഒക്കെ പൂരിപ്പിക്കാൻ മോസ്റ്റ് ലൈക്ലി ആയിട്ടുള്ള മീനിങ് തന്നെ യൂസ് ചെയ്ത് വേണം ചെയ്യാനെന്നൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ മിസ്സിംഗ് വാല്യൂസ്. നെക്സ്റ്റ് നോയ്സ് ഡേറ്റ വരാം. ഡേറ്റ ക്ലീൻ ചെയ്യുമ്പോൾ മിസ്സിംഗ് വാല്യൂസ് വരാം. മിസ്സിംഗ് വാല്യൂസിന്റെ ഡേറ്റ. ഇനി നോയ്സ് ഡേറ്റ എങ്ങനെ വരാമെന്ന്. നോയ്സി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ റാൻഡം എറേഴ്സിനെയാണ് നമ്മൾ നോയ്സി ഡേറ്റ എന്ന് പറയുന്നത്. ഇൻകൺസിസ്റ്റന്റ് അല്ലെങ്കിൽ റാൻഡം എറേഴ്സ്. നോയ്സ് ഈസ് മെഷർഡ് ഫ്രം റാൻഡം എറർ ഓഫ് വേരിയൻസ് ഇൻ ദി വേരിയബിൾ. നോയ്സ് ഈസ് മിനിമൈസ്ഡ് ബൈ ടെക്നിക്സ് ഓഫ് ഡേറ്റ സ്മൂത്തിങ്. നോയ്സ് നമുക്ക്
നോയിസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഡേറ്റ സ്മൂത്തനിങ് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബിന്നിങ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ബിന്നിങ് എന്താന്ന്. ബിന്നിങ് യൂസസ് നെയ്ബർഹുഡ് ടു സ്മൂത്ത് the storage of value of the records. That is the value around it. Sorted values are split into buckets and bins. Since the binning methods consult the value of community, local smoothing is carried out. എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ നോയ്സി ആയിട്ട് ഡാറ്റ വരിക. നോയ്സി ഡാറ്റ എന്ന് പറഞ്ഞാൽ റാൻഡം എററോ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡാറ്റ വരുവാണെങ്കിൽ നമ്മളുടെ ബിന്നിങ് മെത്തേഡ് യൂസ് ചെയ്യണം. ബിന്നിങ് അല്ലെങ്കിൽ ബക്കറ്റിംഗ് എന്ന് വേണമെങ്കിലും പറയാം. അതായത് ബിന്നിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടില്ല, വേണം നോട്ട് ചെയ്ത് വെച്ചു. ബിന്നിങ് ഇറ്റ് ഈസ് എ ഡാറ്റ പ്രീ പ്രോസസ്സിംഗ് ടെക്നിക്ക്. അതായത് ബിന്നിങ് എന്ന് പറയുന്ന ഒരു ഡാറ്റ പ്രീ പ്രോസസ് ചെയ്യുന്ന ടെക്നിക്കാണ്. ബിന്നിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഡാറ്റ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സ്മൂത്തൻ ചെയ്യണം. സ്മൂത്തൻ ചെയ്തതിന് ശേഷം നമ്മൾ ബോർഡർ സ്മൂത്തിങ്ങും ചെയ്യണം. അങ്ങനെ പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, ഒരു പ്രൈസ് കൊടുത്തേക്കെന്ന് നോക്കിയാൽ ഡോളറിൽ സ്റ്റോർഡ് പ്രൈസ് ഡീറ്റെയിൽസ് ഇൻ ഡോളേഴ്സ് 2, 4, 6, 8, 10, 12, 14, 16, 18. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വാല്യൂ വന്നിട്ടുണ്ടെന്ന് ഓർക്കുക. 2, 4, 6, 8. 2, 4 നമുക്ക് പറയുന്നത് ഇപ്പൊ എന്തെങ്കിലും സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രോഡക്റ്റിന്റെ എണ്ണങ്ങളാകാം. അതിങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. നമ്മളിപ്പോ നമ്പർ കാണിച്ച് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ടെക്സ്റ്റ് നമ്പർ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മള് ഇങ്ങനെ നമ്പറിങ് ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ഇത് നിങ്ങളോട് പറയുന്നത് ഈക്വൽ ഫ്രീക്വൻസിയിൽ പാർട്ടീഷൻ ചെയ്യാനായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ ഓർക്കാൻ നമ്മൾ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് മൊത്തം എണ്ണി നോക്കിയതിന് ശേഷം അതിനെ ആദ്യമേ സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓൾറെഡി സോർട്ടിങ് നടന്ന നമ്മൾ 2, 4, 6, 8, 10, 12, 14, 16, 18 നമ്മൾ സോർട്ടിങ്ങിലാണല്ലോ. അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ. ഈ സോർട്ടിങ് അല്ലെങ്കിൽ നമ്മൾ അതിനെ സോർട്ട് ചെയ്യുക നമ്പറിനെ. എന്നിട്ട് നമ്മൾ നേരെ അതിനെ ഈക്വൽ ഫ്രീക്വൻസിയിൽ ഡിവൈഡ് ചെയ്യുക, പാർട്ടീഷൻ ചെയ്യുക. അപ്പൊ ഇപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9 എന്താ ഡാറ്റ പോയിന്റ്, നമുക്ക് ഡാറ്റ പോയിന്റ് എന്ന് വേണേൽ പറയാം. 9 ഡാറ്റ പോയിന്റ് ഉണ്ട്. അപ്പം അതായത് 9 ഡാറ്റ പോയിന്റിൽ ഈക്വൽ പാർട്ടീഷൻ ചെയ്യാൻ പറയുമ്പോൾ ഒരു റോയിൽ എത്രണ്ണം വരും? 3 എണ്ണം വെച്ച് വരും അല്ലെ? 3 എണ്ണം വെച്ച് വരും. അപ്പം ബിന്ന് 1, ബിന്ന് 2, ബിന്ന് 3 ഇതിനെ 3 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. അത് 2, 4, 6 ഒരു ബക്കറ്റിൽ വെച്ചു. 8, 10, 12 അടുത്ത ബക്കറ്റിൽ വെച്ചു. 14, 16, 18 അടുത്ത ബക്കറ്റിൽ വെച്ചു. അതാണ് സ്മൂത്തനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് സ്മൂത്തനിങ് ചെയ്യുന്നതിന് പിന്നെ നമ്മൾ സോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്മൂത്തനിങ്ങിലോട്ട് പോവുക. സ്മൂത്തനിങ് പറയാൻ റിമൂവിങ് ദി എറർ വാല്യൂസ് ഓർ റീപ്ലേസിങ്. എറർ ഉണ്ടെങ്കിൽ അവനെ നമ്മൾ മാറ്റുക. സ്മൂത്തനിങ് ചെയ്യാന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ആവറേജ് കാണുക. സ്മൂത്തനിങ് ബൈ മീൻ എന്നല്ലേ കൊടുത്തത്. മീൻ മീൻസ് ആവറേജ് കാണുക. ആവറേജ് കാണുക എന്ന് പറഞ്ഞാല് 2, 4, 6 അതാണ് നമുക്ക് സം ഓഫ് ദി ഗിവൺ നമ്പേഴ്സ്. അത് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ്. 2, 4, 6 2 + 4 + 6 6, 4 10 + 2 12 12 ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 അല്ലേ? 2, 4, 6 എന്ന് പറയുന്നത് 3 നമ്പേഴ്സ് അല്ലേ? അപ്പൊ 12/3 എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പൊ ബിന്ന് 1 എന്ന് പറയുന്നത് 4 നിൽക്കും. പിന്നെ ബിന്ന് 2 അതായത് മീൻ വാല്യൂ എടുക്കുക, ആവറേജ് വാല്യൂ എടുക്കുക. ബിന്ന് 2 എന്ന് പറഞ്ഞാൽ 10, 10, 10 സോറി 8, 10, 12 8, 10, 12 മീൻ വാല്യൂ ആവറേജ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. പിന്നെ 14, 16, 18 അതിന്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് 16 ആയിരിക്കും. 14, 16, 18 ആഡ് ചെയ്യുമ്പോൾ 48 വരും. 48/3 എന്ന് പറയുന്നത് 16 ആയിരിക്കും. അപ്പൊ 16 വന്നു. അപ്പൊ അതിന്റെ മീൻ വാല്യൂ വന്നത് മനസ്സിലായില്ല എങ്ങനെയാന്ന്? 4, 10, 6 എന്നായിരിക്കും മീൻ വാല്യൂ വന്നത്. അപ്പൊ ആ മീൻ വാല്യൂ ഇട്ടുകൊണ്ട് നമുക്ക് അപ്പം 4, 4 നോക്കിയാൽ സ്മൂത്തനിങ് നടക്കും. നമ്മൾ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? മീൻ വാല്യൂ ഇട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 4 വന്ന് മീൻ വാല്യൂ വന്ന് അതിന്റെ ലെഫ്റ്റ് അടുത്ത് കിടക്കുന്ന എൻ പോയിന്റും റൈറ്റ് കിടക്കുന്ന എൻ പോയിന്റുമായിട്ട് അതിനെ കൊളാബറേറ്റ് ചെയ്ത് ഒരു വാല്യൂ ആയിട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് 4, 4, 4 10, 10, 10 16, 16, 16 കിട്ടും. ദിസ് മെത്തേഡ്, ഇത്രയും മെത്തേഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വരുന്ന ഡേറ്റാസിനെ നമ്മൾ ബിൻ ബോർഡർ സ്മൂത്തനിങ് ചെയ്യണം. ബിൻ ബോർഡർ സ്മൂത്തനിങ് പറഞ്ഞാൽ മാക്സിമം ഓർ മിനിമം വാല്യൂസ് ഇൻ ദി ബൗണ്ടറി വാല്യൂസ് ഓർ ബൗണ്ടർ വാല്യൂ. അതായത് മാക്സിമം അല്ലെ മിനിമത്തിലോട്ടാക്കണം. അവിടെ സ്മൂത്തനിങ് ബൈ മിൻ ആവറേജ് 4, 4, 6 കിടക്കുന്നത് 4, 4, 4 ആക്കണം കേട്ടോ. 6 തിരുത്തി 4 ആക്കുക. പിന്നെ സ്മൂത്തനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 2, 2
4 2 2 6 വരുന്നത്. അതായത് നമുക്ക് ആദ്യം കിടത്തിരിക്കുന്ന പാർട്ടീഷൻ ചെയ്ത് കിടക്കുന്നതിന്റെ തൊട്ടടുത്ത വാല്യൂസിലോട്ട് നമ്മൾ ഏതാ ബിന്നിലെ ഇതിനെ തൊട്ടടുത്ത ബൗണ്ടറിയിലോട്ട് നമ്മൾ സോർട്ട് ചെയ്ത ശേഷമുള്ള ബിന്നെടുത്ത ബൗണ്ടറിയിലോട്ട് എടുത്ത് ലോവർ ബൗണ്ടറി അപ്പർ ബൗണ്ടറിയും കണ്ടിട്ട് മിഡിൽ വാല്യൂ നിയറസ്റ്റ് ബൗണ്ടറി വാല്യൂസിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ ആ 2 2 2 6 8 12 12 14 14 18 വന്നു. അതായത് മാക്സിമം വാല്യൂസും മിനിമം വാല്യൂസും ബൗണ്ടറി വാല്യൂസിനിടെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് വാല്യൂസ് എടുക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്മൂത്തനിങ് പ്രോസസ്സ് അല്ലെ ബിന്നിങ് പ്രോസസ്സ് നടത്തുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ നോയിസി ഡേറ്റ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എറർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനെയാണ് നോക്കുന്നതെന്ന്. ഇതിപ്പോ നമ്പർ ഇട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് തരുന്നത് നമ്പർ ഇട്ടായിരിക്കും. നമ്പർ ഇട്ട് വരുമെന്ന് പറഞ്ഞാൽ അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഡിലീറ്റ് ദി നോയിസി വിത്ത് സ്മൂത്തിങ് ടെക്നിക്സ് ഫ്രം ദി ഫോളോയിങ് ഡീറ്റെയിൽസ്. അതായത് ഒരു കുറെ നമ്പേഴ്സ് വന്നിരിക്കുന്നുണ്ട്. 4 2 6 10 8 16 12 24 22 40 26 ഇത്രയും കുറെ നമ്പേഴ്സ് വന്നതിനകത്തുന്നുണ്ട്. നമ്മൾ ഡിലീറ്റ് ദി നോയിസി വിത്ത് സ്മൂത്തിങ് ടെക്നിക്സ്. സ്മൂത്തിങ് ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നോയിസി ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പൊ ആ എക്സാമ്പിൾ ഒന്നുകൂടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം, മനസ്സിലാവും. അതായത് 4 2 6 10 8 16 12 24 22 14 16 എന്ന് പറയുന്നത് ഡേറ്റ അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പൊ ആ ഡേറ്റയെ നമ്മൾ ആദ്യം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഡേറ്റയെ നമ്മൾ അധികം അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പൊ അവിടെ നമുക്ക് 2 4 6 8 10 12 14 16 22 24 26 എന്നാകുമല്ലോ. അറേഞ്ച് ചെയ്തു. അറേഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ ഈക്വൽ ഫ്രീക്വൻസിയിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. ഈക്വൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡെപ്ത് എടുക്കുക. ടോട്ടൽ എത്ര ഡേറ്റ പോയിന്റ്സ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 8 9 10 11 എണ്ണം ഉള്ളത് അല്ലേ. അപ്പൊ അതിനെ 3 റോ ആക്കുവാണെങ്കിൽ 3 12. അപ്പൊ നമുക്ക് ഒരേ എലമെന്റ്സ് ഒരു ഡേറ്റ പോയിന്റ് ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അവിടെ ബിന്ന് 1 2 4 6 8 ആയിട്ട് പാർട്ടീഷൻ ചെയ്തു. ബിന്ന് 2 വന്നപ്പോൾ 10 ഒന്നുകൂടെ കൊടുത്തു. 10 10 12 14. ബിന്ന് 3 അതായത് ഈക്വൽ ആകാൻ വേണ്ടി ഒന്ന് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ബിന്ന് 2 മീൻസ് ബക്കറ്റ് 2. ബിന്ന് 3 16 22 24 26 അങ്ങനെ വെച്ചു അതിനെ പാർട്ടീഷൻ ചെയ്തു. ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, മനസ്സിലാക്കി ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ആ കിട്ടിയ വാല്യൂസിനെ നമ്മൾ സ്മൂത്തനിങ് ചെയ്യുക. സ്മൂത്തനിങ് ചെയ്യാന്ന് പറഞ്ഞാൽ മീൻ വാല്യൂ എടുത്താൽ മതി. 2 4 6 8 10ന്റെ മീൻ വാല്യൂ എത്രയായിരിക്കും? 2 + 4 + 6 + 8 കൂട്ടുക. അതെ, 4 2 6 6 6 12 12 8 20. അത് ടോട്ടൽ നമ്പർ നമുക്ക് 4 20/4 5. അപ്പൊ അതിന് മീൻ വാല്യൂ 5 വന്നു. അപ്പൊ നമ്മൾ ബിൻ 1 5 5 5 എന്നുള്ള ഓർഡറിൽ അടുക്കി വെക്കുക. ഏത് ഡേറ്റ ആണെങ്കിലും ആ ഓർഡറിൽ അടുക്കി വെക്കുക. കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ അവിടെ 11 വന്നത് മനസ്സിലായില്ലേ? 11 വന്നത് എങ്ങനെയാണ്? 10 10 12 14 കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 വരും. പിന്നെ 22 എങ്ങനെ വന്നു? 16 22 24 26 കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 22 വന്നു. അങ്ങനെ നമ്മൾ ആ രീതിയിൽ ഡേറ്റയെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതായത് സ്മൂത്തനിങ് ചെയ്യുക. സ്മൂത്തനിങ് ചെയ്യാൻ മീൻസ് മീൻ വാല്യൂ എടുത്തു. ഓക്കെ ആണല്ലോ. പിന്നെ സ്മൂത്തനിങ് ബൈ ബിൻ ബൗണ്ടറീസ്. ഇനി ബൗണ്ടറീസ് കണ്ടുപിടിക്കുക. ബൗണ്ടറീസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം സോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡേറ്റ ഇല്ലേ, ആ ഡേറ്റ എടുക്കണം. ഇപ്പൊ 2 4 6 8 സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഡേറ്റയുടെ നടുക്ക് കിടക്കുന്ന മിഡിൽ കിടക്കുന്ന എൻഡ് പോയിന്റ്സുകൾ ഡേറ്റ പോയിന്റ്സുകൾ നോക്കിയിട്ട് മിഡിൽ കിടക്കുന്ന ഇപ്പൊ 4 അല്ലേ, 2 ശേഷം 4 കിടക്കുന്നു. 4ന്റെ ലോവർ ബൗണ്ടറി 2 ആണ്. 6ന്റെ അപ്പർ ബൗണ്ടറി 8 ആണ്. അപ്പൊ നമ്മൾ ആ ഡേറ്റയെ 2 2 8 8 എന്നാക്കുക. 4ന്റെ ലോവർ ബൗണ്ടറിയിലോട്ടും പോവുക, 6ന്റെ അപ്പർ ബൗണ്ടറിയിലോട്ടും പോവുക. അപ്പൊ 2 2 8 8 ആക്കുക. 2 2 6 8 അവിടെ കിടക്കുന്ന 6 മാറ്റി 8 ആക്കിക്കോണം. പിന്നെ 10 10 10 എന്നുള്ളത് 12 14 എന്നുള്ളത് 10 10 നമുക്ക് ഇനി 10ന്റെ ലോവർ ബൗണ്ടറി 10 തന്നെയാണ്. അതുകൊണ്ട് 10 10 തന്നു. പക്ഷെ 12ന്റെ അപ്പർ ബൗണ്ടറി 14 ആണ്. അതുകൊണ്ട് ആ ഡേറ്റ നമ്മൾ 14 ആണ്. എന്നിട്ട് പിന്നെ കിടക്കുന്ന 16 22 24 26. അപ്പൊ 22ന്റെ ലോവർ ബൗണ്ടറി 16 ആണ്. അതുകൊണ്ട് 16 16 ആക്കി. 24ന്റെ അപ്പർ ബൗണ്ടറി 26 ആണ്. അതുകൊണ്ട് നമ്മൾ 26 26 ആക്കി അതിനെ ബൗണ്ടറി വാല്യൂസും കണ്ടുപിടിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. അതായത് ഇത് വെച്ച് നമ്മൾ ഡേറ്റയെ നോയ്സി ഡേറ്റയെ കണ്ടുപിടിച്ച് എറർ മാറ്റാനാണ് നമ്മുടെ പ്രോഗ്രാം. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. ഒരു ഡേറ്റ ഇങ്ങനെ തരുക, കുറെ ഡേറ്റ തരുക. അപ്പൊ ഡേറ്റ അതിനകത്ത് 11 എണ്ണം കൊണ്ട് നമ്മൾ ഇടയ്ക്കോട്ട് ഒരെണ്ണം കൊണ്ട് ഇട്ട് 12 ആക്കി.
ഇനി 16 ആണെങ്കിൽ നമുക്ക് 4 റോ ഇട്ട് എടുക്കാം. 9 ഡേറ്റ ഉണ്ടെങ്കിൽ 3 റോ ഇട്ട് എടുക്കുക. എന്നിട്ട് സോർട്ട് ചെയ്യുക. സോർട്ട് ചെയ്തതിന് ശേഷം അതിനെ മീൻ ചെയ്യുക. മീൻ ചെയ്തിട്ട് അതിന്റെ വാല്യൂസ് എഴുതി വെക്കുന്നു. 4 അതായത് ഓരോ ബിന്നിലും. പിന്നെ അതിനെ ബൗണ്ടറി വാല്യൂ, അതായത് ലോവർ ബൗണ്ടറിയും അപ്പർ ബൗണ്ടറിയും കണ്ടുപിടിച്ചിട്ട് അതിനെ ഒന്ന് ഈക്വലൈസ് ചെയ്ത് വെക്കുക. അത്രയും കാര്യമുള്ളൂ. 5 മാർക്ക് കിട്ടും. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ പ്രൊഡക്ഷൻ ഓഫ് ഡേറ്റ. ന്യൂമറിക്കൽ പ്രൊഡക്ഷനാണ്, ഡേറ്റയുടെ ന്യൂമറിക്കൽ പ്രൊഡക്ഷനാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് സ്മൂത്തനിങ് ചെയ്യുന്നത്. അതായത് സ്മൂത്തനിങ് ചെയ്യുമ്പോൾ നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ലൈൻസ് ഓഫ് വൺ ആട്രിബ്യൂട്ട് ക്യാൻ യൂസ് ടു പ്രിഡിക്ട് ദി അതർ. മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ ചെയ്യാം, മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ ചെയ്യാന്ന് പറയുന്നത്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ന്യൂമറിക്കൽ പ്രൊഡക്ഷൻ ഓഫ് ഡേറ്റ. ഡേറ്റയെ നമ്മൾ ന്യൂമറിക്കലി പ്രൊഡക്ട് ചെയ്തെടുക്കുക. പിന്നെ ക്ലസ്റ്ററിംഗ് ഉണ്ട്. ഈ ക്ലസ്റ്ററിംഗ്, സിമിലർ ഡേറ്റ ക്ലസ്റ്ററിംഗ് ഔട്ട്ലയേഴ്സ് മേ ബി ഡിറ്റക്ടഡ് ഇഫ് സെയിം വാല്യൂസ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലസ്റ്റേഴ്സ്. അതായത് സിമിലർ ഡേറ്റ ഐറ്റംസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു വൺ പ്ലേസ്. അതാണ് നമ്മൾ ക്ലസ്റ്ററിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സിമിലർ ഗ്രൂപ്പ് ഐറ്റംസ്. നിങ്ങൾ അടുത്ത പേജിലെ ഫിഗറിലോട്ട് നോക്കി. ക്ലസ്റ്റർ 1 എന്ന് ഇട്ടേക്കുന്നത് കണ്ടോ? ക്ലസ്റ്റർ 2, ക്ലസ്റ്റർ 2 അല്ലെ ക്ലസ്റ്റർ 3 ഒരെണ്ണം ഔട്ട്ലെയർ ഇട്ടേക്കുന്നത് കണ്ടോ? അതായത് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെ നമ്മൾ ഓരോ ക്ലസ്റ്റർ ആയിട്ട് എടുക്കുന്നു. ഡിസിമിലർ ഐറ്റം വരുവാണെങ്കിൽ ഔട്ട്സൈഡ് ദി ക്ലസ്റ്റർ, അതിന് നമ്മൾ വെളിയിലിടുന്നു. ഇത് കളർ പ്രിന്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഡോട്ടിന്റെ കളർ വെച്ചുകൊണ്ടാണ് സിമിലറും ഡിസിമിലറും ആക്കി അവർ തിരിച്ചു വിട്ടേക്കുന്നത്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ ഇതിന്റെ ഒരു PDF കൊണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിന് ഐഡിയ കിട്ടും. അതായത് ക്ലസ്റ്ററിംഗ് ഉദ്ദേശിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. ക്ലസ്റ്ററിംഗ് പറയാം സിമിലർ ആയിട്ടുള്ള ഡേറ്റ എല്ലാം നമ്മൾ ഒരുമിച്ച് കൊണ്ടുവെക്കുക, ഡിസിമിലർ ആയിട്ടുള്ളതിനെ മാറ്റുക. സിമിലർ ആയിട്ടുള്ളതിനകത്ത് ഇപ്പൊ കളേഴ്സ് ആണെന്ന് ഓർക്കുക. റെഡ് തന്നെ എല്ലാം കൂടി ഒരുമിച്ചാക്കി വെച്ചു. റെഡിനകത്ത് കുറെ വൈറ്റ് ഗ്രീൻ ഉണ്ട്, ഗ്രീൻ എല്ലാം കൂടി അടുത്ത ക്ലസ്റ്റർ ആക്കി. ബ്ലൂ ഉണ്ട്, ബ്ലൂ എല്ലാം കൂടി അടുത്ത ക്ലസ്റ്റർ ആക്കി. പക്ഷെ അതിനകത്ത് യെല്ലോ മാത്രം ആ ക്ലസ്റ്ററിന് നമ്മളൊരു ഡേറ്റയും എടുക്കുന്നത് യെല്ലോ മാത്രം ഒരെണ്ണ ഉണ്ടെങ്കിൽ അതിനൊരു ഔട്ട്ലെയർ ആയിട്ട് ക്ലസ്റ്ററിന് ഔട്ടി പോകാൻ വെച്ചു. അങ്ങനെയാണ് നമ്മുടെ ക്ലസ്റ്റർ തിരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ ഫോം ചെയ്യുമ്പം നമ്മളൊന്നെങ്കിൽ F4M കൊടുക്കുക. ജെൻഡർ എന്നുള്ളിടത്ത് F4M കൊടുത്താൽ അത് ഓക്കെ. പക്ഷെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഇങ്ങനെ ചെയ്ത് വരുമ്പം ചില യൂസർ കയറി അവിടെ AO BO ഇട്ട് വെക്കുക. അപ്പൊ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ട് വന്നപ്പോൾ, അതായത് നമ്മൾ ഓർത്ത് വെച്ചാൽ മതി, നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം ചെയ്യുമ്പം ജെൻഡർ എന്നുള്ളിടത്ത് ഒരു ക്യാരക്ടർ ആയിരിക്കും ഡേറ്റ ടൈപ്പ് കൊടുക്കുമ്പോൾ ക്യാർ ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. അതായത് അവിടെ നമ്മൾ ഒരു ക്യാരക്ടർ എൻട്രി ചെയ്യുന്നുള്ളൂ. അപ്പം കോമൺ സെൻസ് ഉള്ള ഒരു വ്യക്തി ചെയ്യും അവിടെ നമ്മൾ മെയിൽ ആണ് മെയിൽ എന്ന് കൊടുത്തു, ഫീമെയിൽ ആണ് ഫീമെയിൽ F കൊടുത്തു. ഒന്നും അറിയത്തില്ലാത്ത ഒരു വ്യക്തി കയറിയിട്ട് അവിടെ ജെൻഡർ എന്നാന്ന് പോലും അറിയത്തില്ലെങ്കിൽ അവിടെ A എന്ന് കൊടുത്തു. വേറൊരാൾ കൂടി അവിടെ B എന്ന് കൊടുത്തു, വേറൊരാൾ Z കൊടുത്തു. അപ്പൊ നമ്മൾ ആ ഡേറ്റ പോയി കളക്ട് ചെയ്യുക. ആ ഡേറ്റ പോയി കളക്ട് ചെയ്ത് അതിനകത്ത് ക്ലീൻ ചെയ്യാനുണ്ടോ, ഡേറ്റ മൈൻഡ് ചെയ്തെടുക്കാൻ പോവുക. ആ മൈൻഡ് ചെയ്തെടുക്കാൻ പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനകത്തെല്ലാം മെയിലെല്ലാം വന്നിട്ടുണ്ട്, മെയിലെല്ലാം കൂടെ ഒരു ക്ലസ്റ്റർ ആക്കി. ഫീമെയിൽ എന്നെല്ലാം വന്നിട്ടുണ്ട്, ഫീമെയിൽ എല്ലാം കൂടെ വേറൊരു ക്ലസ്റ്റർ ആക്കി. പക്ഷെ അതിനകത്ത് Aയും Bയും Zഉം ഒക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അങ്ങനെയാണ് ഔട്ട്ലെയർ ആക്കി സെറ്റ് ചെയ്യുക. കാര്യം മനസ്സിലായല്ലോ എങ്ങനെയാണ് ഔട്ട്ലെയർ അല്ലെ ഇത് വരുന്നത് എന്നുള്ളത്? അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് ആ ഗ്രൂപ്പിനകത്ത് വരത്തില്ല, പുറത്തേക്കുള്ള ഡേറ്റ. അതിന് നമുക്ക് വേണ്ട, അതിനെ നമ്മൾ കളയുവാണ്. നമുക്ക് അങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് വിടുവാണ് ആ ഡേറ്റ. അങ്ങനെയാണ് ക്ലസ്റ്ററിങ് എടുക്കുന്ന ഡേറ്റയ്ക്കകത്ത്. എക്സാമ്പിൾ മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഡേറ്റ ക്ലീനിങ് ആസ് എ പ്രോസസ്. ഡേറ്റ ക്ലീനിങ് ആസ് എ പ്രോസസ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രീപ്പൻസി ഡിറ്റക്ഷനും കാണും, ഡേറ്റ ട്രാൻസ്ഫോർമേഷനും കാണും. ഡിസ്ക്രീപ്പൻസി എന്ന് പറഞ്ഞാൽ ഡേറ്റ ക്ലീൻ ചെയ്യുമ്പോൾ ഡിസ്ക്രീപ്പൻസി വരുന്ന എന്തെങ്കിലും പൊരുത്തക്കേട് വരുവാണെങ്കിൽ അല്ലെ വൈരുദ്ധ്യം വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീപ്പൻസി എന്ന് പറയുന്നത്. അതായത് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഡേറ്റ ക്ലീനിങ് ഈസ് ടു ഐഡന്റിഫൈ ഡിസ്ക്രീപ്പൻസീസ്. ഇറ്റ് കൺസിഡർ ദി ഡേറ്റ മെറ്റാഡേറ്റ അവയർനെസ് ആൻഡ് എക്സാമിൻസ് ദി ഫോളോയിങ് റൂൾസ് ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ദി ഡിസ്റ്റിങ്ഷൻ. അതായത് എന്തെങ്കിലും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, എന്തെങ്കിലും പൊരുത്തക്കേട് ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ ഡേറ്റ ക്ലീനിങ്ങിന്റെ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. പിന്നെ സ്പെസിഫിക് ഗൈഡ് ലൈൻസ് കൊടുക്കുക. ഈച്ച് ആട്രിബ്യൂട്ട് വാല്യൂസ് മസ്റ്റ് ബി ഡിസ്റ്റിങ്ക്ട് ഫ്രം ഈച്ച് അതർ ആട്രിബ്യൂട്ട് വാല്യൂ. അതായത് ഓരോ ആട്രിബ്യൂട്ട് വാല്യൂയും പരസ്പരം ആട്രിബ്യൂട്ടിന്റെ വാല്യൂസിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. പിന്നെ കോൺസിക്യൂട്ടീവ് ലോസ് കൊടുക്കും. അതായത് ഹൈയസ്റ്റ് വാല്യൂസ്, ലോവസ്റ്റ് വാല്യൂസ് അത് യുണീക്ക് ആണോ, അങ്ങനെ നമുക്ക് ഡേറ്റ ക്ലീനിങ്ങിനകത്ത് പൊരുത്തക്കേടുകൾ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ നൾ വാല്യൂസ് വന്നാൽ, ബ്ലാങ്കോ ക്വസ്റ്റ്യൻ മാർക്കോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നാൽ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാം. അതൊക്കെ ഏതായിരിക്കും പൊരുത്തക്കേടുകളുടെ ആ ഒരു ഡിറ്റക്ഷനിലോട്ട്
മൂവ് ചെയ്തു പോകും എന്നാണ് പറയുന്നത്. പിന്നെ ഡിസ്ക്രിപ്ഷണറി ഡിറ്റക്ഷൻ ടൂൾസ് ആണെന്ന്, ഡേറ്റ സ്ക്രബിംഗ് ടൂൾസ്, ഡേറ്റ ഓഡിറ്റിംഗ് ടൂൾസ്, ഡേറ്റ സ്ക്രബിംഗ് ടൂൾസും ഡേറ്റ ഓഡിറ്റിംഗ് ടൂൾസും ഏതൊക്കെയാണ്? ഡേറ്റയുടെ പൊരുത്തക്കേട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. സ്ക്രബിംഗ് ടൂൾസ് എന്ന് പറഞ്ഞേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. യു സ്പെസിഫിക് ഡൊമൈൻ ഡീറ്റെയിൽസ് ടു ഡിറ്റക്ട് ദർ ആൻഡ് കറക്റ്റ് ഡീറ്റെയിൽ. അതായത് പോസ്റ്റൽ അഡ്രസ് അവയർനെസ്, സ്പെല്ലിംഗ് കൺട്രോൾ. ഇപ്പൊ നമുക്ക് ഡേറ്റ വന്നതിനകത്ത് പോസ്റ്റൽ അഡ്രസ്, ഇപ്പൊ സിപ്പ് കോഡ് എത്ര ലെറ്റേഴ്സ് ഉണ്ട്? സിപ്പ് കോഡ് 685 എടുക്കുമ്പോൾ 6 ക്യാരക്ടേഴ്സ് അല്ലേ വരുന്നത് പിൻകോഡിനകത്ത്. പക്ഷെ നമ്മൾ എൻട്രി ചെയ്ത് വെച്ചപ്പോഴത്തേനും അവിടെ 5 ക്യാരക്ടേഴ്സേ ഉള്ളൂ, അല്ലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നതിനകത്ത് വൈരുദ്ധ്യം വരുന്നതിന് ഡേറ്റ സ്ക്രബിംഗ് ടൂൾ യൂസ് ചെയ്ത് എടുക്കുന്നത്. പിന്നെ ഡേറ്റ ഓഡിറ്റിംഗ് ടൂൾസ് ഉണ്ട്. ഓഡിറ്റിംഗ് ടൂൾസ് എന്ന് പറഞ്ഞാൽ അനലൈസ് ഡേറ്റ ടു ക്ലാസിഫൈ rules and relations and to evaluate data that violate those parameters. അതായത് റൂൾസും റിലേഷൻസും ക്ലാസിഫൈ ചെയ്യാനും അവ വയലേറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനും കഴിയാൻ പറ്റും. നെക്സ്റ്റ് ഡേറ്റ ട്രാൻസ്ഫോർമേഷനോടെ എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ടൈം ഓവർ ആയെന്ന് തോന്നുന്നു അല്ലേ? 26 ഉള്ളൂ. ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഫോർ ഡേറ്റ ക്ലീനിങ് പ്രോസസ്. ആഫ്റ്റർ ഐഡന്റിഫൈ ഇൻകൺസിസ്റ്റൻസീസ് വി ഹാവ് ടു ഡിഫൈൻ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് എക്സിക്യൂഷൻ കറക്റ്റ് ദം. ഡേറ്റ മൈഗ്രേഷൻ ടൂളോ ഡേറ്റ എക്സ്ട്രാക്ഷൻ ടൂളുകളോ ഒക്കെ യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞത്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ അത് തന്നെയാണ്. അതായത് റിക്വേഴ്സ് ഫണ്ടമെന്റൽ ട്രാൻസ്ഫോർമേഷൻ സച്ച് ആസ് റീപ്ലേസിംഗ് ജെൻഡർ സ്ട്രിംഗ് വിത്ത് സെക്സ് സ്ട്രിംഗ് ടു ബി ഡിസ്ക്രൈബ്ഡ്. നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ അവിടെ ജെൻഡർ എന്ന് കൊടുത്തിട്ടുണ്ട്, വേറെ അടുത്ത് സെക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നെങ്കിൽ കാര്യം രണ്ടും ഒന്നാണ്. പക്ഷേങ്കിൽ നമ്മൾ കൊടുത്തു വെച്ചിരിക്കുന്ന ഫീൽഡുകളുടെ വ്യത്യാസം അനുസരിച്ച് അവയപ്പം നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിരിക്കണം. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ടൈം എടുക്കും, എക്സ്പെൻസീവ് ആയിരിക്കും, മിസ്സിംഗ് റെക്കോർഡ്സുകൾ വരാൻ, ബിഗർ ഇഷ്യൂസ് ഒക്കെ ഓട്ടോമേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ടൂൾസിനകത്ത് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഹെഡിങ് ഡേറ്റ ഇന്റഗ്രേഷൻ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. 8.3.1 നാളത്തെ ക്ലാസ്സിൽ ഡേറ്റ ഇന്റഗ്രേഷൻ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ല ലെഫ്റ്റ് ആകാം.